യഥാർത്ഥത്തിലുള്ള ആളുകളിലേക്ക് സഹായങ്ങൾ എത്തുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെത്തിക്കുക എന്നുള്ളത് വളരെ ചുരുക്കം ആളുകൾ മാത്രം ഇന്നും ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്ത്രീ എന്ന രീതിയിൽ എൻ്റെ പരിമിതികളെ മറികടന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. നിരന്തരമായി LDFൻ്റെ ഗവൺമെൻറ്റാണ് അപ്പോൾ ഉള്ളത്, കോൺഗ്രസിൻ്റെ മേയറാണ്. പക്ഷേ ചാർജ് എടുത്തതിൻ്റെ പിറ്റേ ആഴ്ച മുതൽ ഞാൻ തിരുവനന്തപുരത്ത് ഓരോ മന്ത്രിമാരെയും ഓരോ ഓഫീസർമാരെയും കയറി ഇറങ്ങി 4-5 പ്രാവശ്യം പോയി അതിന് വേണ്ട ഓർഡറൊക്കെ ഉണ്ടാക്കി ചെയ്തപ്പോൾ അത് നൽകിയൊരു സന്തോഷമുണ്ട്. 2-3 സിഗ്നേച്ചർ പ്രൊജക്റ്റിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഒന്ന്, സാധാരണക്കാർക്ക് ഒരു വിശപ്പ് രഹിത കൊച്ചി എന്ന കൺസെപ്റ്റിൽ നമ്മൾ തുടങ്ങിയ ഇന്ദിരാ ക്യാൻറ്റീൻ. രണ്ടാമത്, നമ്മുടെ നായശല്യത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയുടെ ഓർഡർ വന്നത് കഴിഞ്ഞ ആഴ്ചയാണ്. പക്ഷേ കൊച്ചിൻ കോർപ്പറേഷൻ കുറേ മുന്നോട്ട് പോയിട്ടുണ്ട്. 5 ഏക്കർ സ്ഥലം നായ്ക്കളുടെ ഷെൽട്ടറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബ്രഹ്മപുരത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായ ആളുകൾ കടന്നു വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു കോർപ്പറേഷൻ ഓഫീസ് ഉണ്ടാവണം. അങ്ങനെ ആ 50 ദിവസത്തിൽ പറഞ്ഞ ഒരു 21 കാര്യങ്ങളിൽ ഒരു 20 കാര്യങ്ങളും നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് അതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. MLA ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, MP ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, സെൻട്രൽ ഫണ്ട് എങ്ങനെ ഗ്രാൻറ്റുകൾ എടുക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. കോന്തുരുത്തിപ്പുഴ പുറമ്പോക്കിൽ താമസിച്ചിരുന്ന 126 കുടുംബങ്ങൾ ഇവരെ ഒഴിപ്പിക്കുന്നതിന് ഹൈക്കോടതിയുടെ ഓർഡർ വന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചു 6 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടടുത്ത് കുന്നത്തുനാടുണ്ടായ പുകിലുകളും ബഹളങ്ങളും. ഈ 126 കുടുംബങ്ങളെയും കൊച്ചി നഗരസഭ മേയറായ ചുമതലയേറ്റതിന് ശേഷം നമുക്ക് ഒരു എതിർവാക്കില്ലാതെ, ഒരു ബഹളമില്ലാതെ, നിങ്ങൾ ആരും ഒന്നും അറിഞ്ഞില്ലല്ലോ, 126 പേരെ ഞങ്ങൾ പുനരധിവസിപ്പിച്ചു. എന്നോട് അതിൽപ്പെട്ട ഒരമ്മ പറഞ്ഞ കൈ പിടിച്ച് അനുഗ്രഹിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, 7 തലമുറ പുണ്യം ഉണ്ടാവും. അതാണ്. ഇപ്പോൾ എനിക്കെതിരെ ഇപ്പോൾ ആരോപണം വരുന്ന ഒരു വിജിലൻസ് കേസുണ്ട്. എല്ലാവരും എന്നോട് പറഞ്ഞു കൈവയ്ക്കരുത്, കൈവച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും, കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചത് എപ്പോഴെങ്കിലുമൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ തീരണ്ടേ. ഒരു പൊളിറ്റിക്കൽ അജണ്ട നടപ്പാക്കാൻ വേണ്ടി കുറേ ആളുകൾ ശ്രമിക്കുമ്പോൾ നമ്മളെ ചീറ്റ് ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാനതിൽ എൻ്റെ ഭാഗം ശരിയാണെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുകയാണ്. ബിട്രയൽ നെവർ കംസ് ഫ്രം ദ എനിമി. അത് എത്രത്തോളം പൊളിറ്റിക്സിൽ സത്യമാണ്? കൂടെ നടക്കുന്നവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സ് ഏറ്റവും മനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിലെ ടോയ്ലറ്റിൽ നിന്നും പൈപ്പുകൾ കട്ടുണ്ടു പോകാനുള്ള ഒരു മനസാന്നിധ്യം കാണിക്കുന്ന ആളുകളെ നമ്മൾ എന്ത് വിളിക്കണം. അതുപോലെ നമ്മളൊരു കാണ പണിയുമ്പോൾ ഗ്രില്ലിടും ഇരുമ്പിൻ്റെ, അതെടുത്തുകൊണ്ട് പോകുന്ന ഒരു മനസ്സുണ്ട്. ഇവിടെ ഒന്നും ശരിയാവരുത്, ഇതിങ്ങനെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ ആവശ്യം ഇത് ഇങ്ങനെ പോയാലാണ് അവർക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ നാടിൻ്റെ നന്മയും ഈ നാടിൻ്റെ ബെനിഫിറ്റും ആഗ്രഹിക്കുന്ന നമ്മൾ ഒരുമിച്ച് നിന്നേ പറ്റൂ. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 1, 2, 3 എന്ന് എണ്ണി കാണിക്കാൻ പറ്റണം ഞാൻ മേയറായിരുന്നപ്പോൾ എന്ത് ചെയ്തു എന്നുള്ളത്. Leading a city is not about power, it's about responsibility. Every morning, while a city wakes up to traffic, work, dreams and chaos, someone is carrying the pressure of making life better for thousands of people. Today on Shine with Nalin, we speak to the new face of Kochi's leadership, a 4-time councillor and now the mayor of Kochi. Please welcome VK Minimol, the mayor of Kochi. Welcome, ma'am. Welcome to Shine with Nalin. നമസ്കാരം മാഡം. നമസ്കാരം. നമ്മളുടെ ഇടയിലെല്ലാം ഓൾമോസ്റ്റ് 2010 മുതൽ അല്ലേ രാഷ്ട്രീയത്തിലുണ്ട്, അതായത് സജീവമായിട്ടുണ്ട്. അതിന് മുമ്പുള്ള കാലത്തിലേക്കൊക്കെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. മാം എവിടെ ജനിച്ചേക്കെ? ഞാൻ ജനിച്ചത് പാലാരിവട്ടത്താണ്. പഠിച്ചത് എടപ്പള്ളി സെൻറ്റ് ജോർജ് LP സ്കൂളിലും പയസ് സ്കൂളിലും, അത് കഴിഞ്ഞ് ഭാരത് മാതാ കോളേജിലും, പിന്നെ എറണാകുളം ലോ കോളേജിലും ഒക്കെയാണ്. അച്ഛൻ്റെ പേര്? കൃഷ്ണൻകുട്ടി. അമ്മ? LC. അച്ഛൻ എന്ത് ചെയ്യുന്നു? സാധാരണ ഡെയിലി വേജസ് വർക്കറായിരുന്നു. അച്ഛൻ മരിച്ചുപോയി. എത്ര കുട്ടികളുണ്ടായിരുന്നു? ഞങ്ങൾ 2 പേരാണ്. എനിക്കൊരു ചേട്ടനാണുള്ളത്. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായിട്ട് വർക്ക് ചെയ്യാം.
ഒരു ചെറിയ കമ്പനിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. സ്കൂൾ ലൈഫൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സ്കൂൾ ലൈഫൊക്കെ വളരെ നല്ലതായിരുന്നു. ചോറുപൊതിയും കെട്ടി ചോറുപൊതിയും കെട്ടി നടന്ന് പോകുന്ന ഒരു ബാല്യകാലമാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അടുത്ത പരിസരത്തുള്ള എല്ലാവരും കൂടി നടന്ന് കുറച്ചധികം നടക്കാനുണ്ട്. ഒരു മണിക്കൂർ അടുത്ത് നടന്നിട്ടാണ് സ്കൂളിൽ പോകുന്നത്. കുരുത്തം കെട്ടോളായിരുന്നു? തീർച്ചയായും അത്യാവശ്യം കുരുത്തം കെട്ടതായിരുന്നു. കലാപരമായൊക്കെ എങ്ങനെയായിരുന്നു? കലാപരമായിട്ടും അത്യാവശ്യം സ്കൂളുകളിലെ സമൂഹഗാനമൊക്കെ ഒറ്റയ്ക്ക് പാടില്ലായിരുന്നു. ഞങ്ങള് മാർഗംകളി സമൂഹമായിട്ട് കളിക്കുമായിരുന്നു. അത്യാവശ്യം വായനയും കുറച്ച് കഥാരചനയും ഒക്കെ ആയിട്ടുള്ള ഒരു സ്കൂൾ ജീവിതമാണ്. ഈ ആദ്യം സ്റ്റേജിൽ പിടിച്ച് കയറ്റിയ മനുഷ്യനെ ഓർമ്മയുണ്ടോ? യഥാർത്ഥത്തിൽ അങ്ങനെ ഓർമ്മ വരുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം മുമ്പാണ്. എന്നാൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങളുടെ വീടിനേക്ക് അടുത്തായിട്ട് ഒരു മാസ് ആർട്സ് എന്നും പറഞ്ഞിട്ട് ഒരു ക്ലബ്ബുണ്ട്. അവിടെയുള്ള ചേട്ടന്മാരൊക്കെ കൂടി അവരെല്ലാവരും കൂടി ഓണക്കാലത്ത് സംഘടിപ്പിക്കുന്ന ഒരു മത്സരമൊക്കെയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ മത്സരങ്ങളിലാണ് ഞാൻ ആദ്യം പങ്കെടുക്കുന്നത്. അച്ഛൻ ഭയങ്കര എൻകറേജ്മെന്റ് ആയിരുന്നു. അച്ഛൻ എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അവർ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത് എത്ര ഇല്ലായ്മയാണെങ്കിലും നന്നായിട്ട് പഠിപ്പിക്കും, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം, നിങ്ങൾ സ്വയം തീരുമാനിക്കുന്നതാണ് നിങ്ങളുടെ ഭാവി. അതാണ് അച്ഛൻ്റെ അമ്മയുടെയും ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരുപാട് എതിർപ്പുകളൊക്കെ അതിജീവിച്ചാണ് അവർ ജീവിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രീഡം ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഗൾഫുകാരന്മാരുടെ കാലം അല്ലേ? അന്ന് ഗൾഫുകാർ ഓരോ പെട്ടികളുമായിട്ടൊക്കെ നാട്ടിൽ വരിക. അപ്പോൾ എന്നും കൗതുകത്തോടു കൂടിയാണ് നമ്മൾ മറ്റുള്ള വീടുകളിലായാലും ഒരു ടെലിവിഷൻ വരുമ്പം പോയി സിനിമ കാണാനിരിക്കുക അല്ലേ? അന്നത്തെ ഞായറാഴ്ചകളിൽ ഇറങ്ങുന്ന സിനിമകളെ പറ്റി അന്വേഷിക്കുക. രാമായണം കാണാനായിട്ട് അടുത്ത വീട്ടിൽ പോയതൊക്കെ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അന്ന് ഇതെല്ലാം കാണുമ്പോഴും നമുക്ക് അന്നൊന്നും ഇല്ലാത്ത ഒന്നെന്ന് പറയുന്നത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇല്ല. ശരിയല്ലേ? നമ്മൾ അടുത്ത വീട്ടിലും പോയിരുന്ന് കാണും. നമ്മൾ ആ സമയമാകുമ്പോൾ കുളിച്ച് റെഡിയായി അവിടെ എത്തിയിരിക്കും. ആ കുട്ടിക്കാല ഓർമ്മകളൊക്കെ ഉണ്ട്. മാമിന്റെ വീട്ടിൽ എന്നാണ് TV ആദ്യമായിട്ട്? എൻ്റെ വീട്ടിൽ TV വാങ്ങിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ വീടിൻ്റെ അടുത്താണ് ഞങ്ങൾ എല്ലാവരും പോയി TV ഒക്കെ കണ്ടിരുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു ഈ രാമായണം വളരെ ക്രേസായിട്ട് അതിൻ്റെ പ്രക്ഷേപണം തുടങ്ങി ദൂരദർശനിലൊക്കെ വന്നു തുടങ്ങിയ സമയത്താണ് അച്ഛനൊരു ചെറിയ TV ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾക്ക് തന്നത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ വീട്ടിലല്ല, എല്ലാവരും അടുത്തുള്ള വീട്ടിലെല്ലാവരും വരും. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കാണും. അതൊരു സന്തോഷമായിരുന്നു, കൂട്ടായ്മ. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും കൂടി വന്ന് വീട്ടിൽ ഇരിക്കുക, വർത്തമാനം പറയുക, കറണ്ട് പോവുക, അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുക. അതൊക്കെ ഒരു രസകരമായിരുന്നു. കാരണം ഞങ്ങൾ കുറച്ച് പിള്ളേർ എൻ്റെയൊക്കെ ഏജിൽ, ചേട്ടൻ്റെയൊക്കെ ഏജിലുള്ള കുറേ പിള്ളേരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി നല്ല രസമായിരുന്നു ബാല്യം എന്ന് പറയുന്നത്. ആദ്യം വീട്ടിൽ വന്ന മുഹൂർത്തങ്ങളൊക്കെ പിന്നെ വളരെ സന്തോഷമാണ്. അത് എന്തോ ഒരു വലിയ ലക്ഷ്യം നേടി എന്ന രീതിയിലാണ്. അച്ഛനും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം സ്വന്തം അധ്വാനത്തിൽ ഒരു TV ഒക്കെ മേടിക്കുന്നു എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് TV എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സ്റ്റാറ്റസ് സിമ്പിളാന്ന് തന്നെ പറയാം. പക്ഷെ അത് ഞങ്ങൾ പിള്ളേരുടെ നിർബന്ധപ്രകാരം അന്ന് അച്ഛൻ വാങ്ങിച്ചു തന്നതാണ്. വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വാശി പിടിക്കാറുണ്ടോ? അങ്ങനെ വലിയ വാശിയുള്ള ഒരു കൂട്ടത്തിലല്ല, എന്നാലും കാര്യങ്ങളിങ്ങനെ സോപ്പിട്ട് നേടിയെടുക്കാൻ അമ്മ എപ്പോഴും പറയും അച്ഛൻ്റെ അടുത്ത് സോപ്പിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പിടിക്കുകയായിരുന്നു. അന്നത്തെ ഏറ്റവും ബെസ്റ്റ് കൂട്ടുകാരിയൊക്കെ ഓർമ്മ ഉണ്ട്. ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് ആ ഒരു ഗ്യാങ് ഞങ്ങൾ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. 10ാം ക്ലാസ് ഒക്കെ എങ്ങനെയായിരുന്നു? 10ാം ക്ലാസ് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു കാറ്റഗറി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് 10ാം ക്ലാസ് ഒക്കെ അന്ന് ഫസ്റ്റ് ക്ലാസ്സോടുകൂടിയൊക്കെ ഇല്ല, അന്ന് LLB-നെ കുറിച്ചല്ലായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ഡോക്ടർ എഞ്ചിനീയർ മൈൻഡാണല്ലോ എല്ലാവർക്കും. അപ്പോൾ ഒരു ഡോക്ടർ ആവണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയി +2 അന്ന് പ്രീ ഡിഗ്രിയാണ്. അപ്പോൾ പോയി സയൻസ് ഗ്രൂപ്പൊക്കെ എടുത്ത് പഠിച്ചു. സയൻസ് ഗ്രൂപ്പൊക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ വീട്ടിലെ സാമ്പത്തികം എല്ലാം കൂടി വരുമ്പോൾ പറഞ്ഞോട്ട് ചില പ്രതിസന്ധികളൊക്കെ വരും. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ BCom എടുത്തിട്ട്, അപ്പോൾ ഒരു ട്രെൻഡാണ് BCom ഇങ്ങനെ നന്നായിട്ട് വരുന്ന സമയമാണ്. അപ്പോൾ BCom എടുത്തിട്ട് വല്ല ജോലി ചെയ്യാനായിട്ടുള്ള രീതി. ശരിയെങ്കിൽ BCom എടുക്കാമെന്നും പറഞ്ഞിട്ട് അപ്പോൾ പ്രൈവറ്റായിട്ടാണ് BCom ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ BCom പഠിച്ചപ്പോൾ കുറേ സുഹൃത്തുക്കൾ അല്ലാതെ കിട്ടി. അവരൊക്കെ ആയിട്ട് കുറച്ച് അത്യാവശ്യം നന്നായിട്ടൊക്കെ തന്നെ ഉഴപ്പിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ MCom എടുത്തു, അതും പ്രൈവറ്റായിട്ട് തന്നെയാണ് എടുത്തത്. അതൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് LLB. ഈ കോളേജ് ലൈഫൊക്കെ എങ്ങനെയായിരുന്നു? കോളേജ് ലൈഫിൽ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നോ? കോളേജ് ലൈഫിലൊന്നും ഞാൻ പ്രത്യക്ഷത്തിലൊരു പൊളിറ്റിക്കൽ ലൈഫിലുള്ള ആളല്ല. സോഷ്യൽ സർവീസിലൊക്കെ ഡിഗ്രി കഴിഞ്ഞ സമയമാണ്. ഡിഗ്രി കഴിഞ്ഞ സമയത്ത് വീട്ടിലിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അന്ന് ഞങ്ങളുടെ കൗൺസിലർ
TJ വിനോദ്, ഇന്നത്തെ MLA എറണാകുളം. വിനോദേട്ടൻ്റെ ഡിവിഷനിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അപ്പം അന്ന് അവിടെ ഉണ്ടായ ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുകയും അങ്ങനെ അവിടെ ഒരു അംഗനവാടി ഇല്ലാത്തതിനെ കുറിച്ചൊരു ഇതൊക്കെ വന്നപ്പോൾ അംഗനവാടിക്ക് വേണ്ടി ശ്രമിക്കുകയും അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് പിന്നെ ആളുകൾക്ക് ചെറിയ പെൻഷൻ ഫോമുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുക, അങ്ങനെ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവന്നതാണ് എന്നെ. കോളേജ് ജീവിതത്തിലും ഈ പറയുന്ന സ്റ്റേജ് പെർഫോമൻസസിലും അത്യാവശ്യം കോളേജ് സമയമൊക്കെ ആയപ്പോൾ പറഞ്ഞുവിട്ടുള്ള ചെറിയ പ്രസംഗങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലോട്ടൊക്കെ ആരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ? ഞാനെപ്പോഴും പറയും എൻ്റെ ഒരു പൊളിറ്റിക്കൽ ലൈഫ്, ഒരു സാമൂഹ്യ പ്രവർത്തനത്തിലൊക്കെ ശ്രീ TJ വിനോദാണ് എൻ്റെ മാതൃക എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം ഒരു കാര്യം ഒരാൾ വന്ന് പറയുമ്പോൾ ശ്രദ്ധയോടെ അത് കേട്ടിട്ട് അത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാണിക്കുന്ന ഒരു ഫോളോ അപ്പ് ഉണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന രീതിയിൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് എന്നെ മാറ്റിയിട്ടുള്ളത് ആ ഇൻഫ്ലുവൻസാണ്. ഈ പറയുന്ന അച്ഛൻ ജോലിക്ക് പോകുന്ന അച്ഛനൊക്കെ യഥാർത്ഥത്തിൽ ഞാൻ എപ്പോഴും വീട്ടിലെപ്പോഴും ഞങ്ങളെ കളിയാക്കുന്നൊരു കാര്യമുണ്ട്. കാരണം അച്ഛൻ ഒരു പ്രാവശ്യം ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും കൂടി, ഞങ്ങൾ അമ്മയുടെ വീട്ടിലാണ്, അച്ഛന് ആകെ ഒറ്റ മോനാണ്. അപ്പോൾ അച്ഛന് വേറെ ബന്ധുക്കളൊക്കെ വളരെ കുറവാണ്, അച്ഛൻ്റെ റിലേറ്റീവ്സൊക്കെ. അമ്മയുടെ വീട്ടിലാണ് ഞങ്ങൾ എപ്പോഴും എല്ലാ ആഘോഷങ്ങളും എത്തുന്നത്, അമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ അമ്മയുടെ വീട്ടിലാണെങ്കിൽ ധാരാളം ആളുകളാണ്. അമ്മയ്ക്ക് 4 ബ്രദേഴ്സുണ്ട്, 3 സിസ്റ്റേഴ്സുണ്ട്. അപ്പോൾ അവരുടെ മക്കളൊക്കെ ആയിട്ട് ഭയങ്കര ഒരാഘോഷമാണ് അവിടെ. എന്താഘോഷം വരുമ്പോഴും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് വളരെ ആഘോഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു പെരുന്നാൾ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഇങ്ങനെ ഓർക്കാറുണ്ട്. ഒരു പെരുന്നാൾ ദിവസം ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വെറുതെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇരുന്നപ്പോൾ അമ്മയുടെ ആങ്ങളയുടെ ഒരു കൂട്ടുകാരനാണ് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് അച്ഛനെ വെറുതെ ഇങ്ങനെ കൈ നോക്കുമല്ലോ, എല്ലാവരും വെറുതെ ഇരിക്കുകയാണ് എല്ലാവരും കൂടി. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, മക്കളിൽ ഒരാൾ പൊളിറ്റിക്കലി ഭയങ്കര നന്നായിട്ട് നല്ലൊരു ഉയരങ്ങളിലേക്ക് എത്തും എന്ന് പറഞ്ഞു. അപ്പം ഞാനന്ന് 3ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ തർക്കിക്കുന്ന കൂട്ടത്തിലാണ്. എന്തായാലും ആരെങ്കിലും പറഞ്ഞാൽ, ബ്ലൈൻഡായിട്ട് പറഞ്ഞാൽ ഞാനത് തർക്കിക്കും. ചെറുപ്പത്തിലൊരു സ്വഭാവം, അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട് എനിക്ക്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞാൽ ഇവളായിരിക്കും ചിലപ്പോൾ വരാൻ പോണത്, കാരണം ഇവളുടെ ഈ സ്വഭാവം വെച്ചിട്ട് ഇവളൊരു പൊളിറ്റിക്കലി ഇവളൊരു വക്കീലായിട്ട് മാറും എന്നൊക്കെ ഇങ്ങനെ തമാശയ്ക്ക് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞാനിങ്ങനെ പൊളിറ്റിക്കൽ മത്സരങ്ങളും ഒക്കെ ആയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ എത്രയോ വർഷം മുമ്പ് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ യാഥാർത്ഥ്യമായി എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫസിയാണ് സത്യം. അത് ചിലപ്പോൾ ഞാനെപ്പോഴും ഇടയ്ക്കൊക്കെ എന്നിട്ട് ആലോചിക്കാറുണ്ട്, ചിലപ്പോൾ അച്ഛൻ്റെ ആത്മാവൊക്കെ എൻ്റെ യാത്രയിൽ എനിക്ക് സഹായമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. കാരണം ഒരു അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരു മകനേക്കാൾ കൂടുതൽ ഒരു മകളെ എംപവർ ചെയ്യണമെന്നുള്ളതാണ്, അല്ലേ? ആ മകള് ആ അച്ഛനെ ഇന്നും ഓർത്തുകൊണ്ട് ആ യാത്രയിൽ ഗുരുതുല്യനായ വിനോദ് സാറിനെ ഓർത്തുകൊണ്ട് ആ യാത്ര ഇന്നും മുറുക്കി പിടിച്ച്, അല്ലേ, ആ ഒരു തലയുയർത്തി. കാരണം ഒരു സ്ത്രീ എന്ന രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശരാശരി ഹോർമോൺസ് തന്നെ ജീവിതത്തിലൊരു വില്ലനാണ്. തീർച്ചയായും. മേയർ എന്ന പദവിക്ക് മുൻപ് മിനിമോൾ എന്നൊരു കഥാപാത്രമുണ്ട്. ഞാൻ മാമിനെ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ ലൈഫിൽ. ഞാൻ മാം നടന്നു പോകുമ്പം ഞാൻ മാമിനെ ഓർത്ത്, ഇവരാരും പറഞ്ഞിട്ടില്ല, ഞാൻ ഇന്ന് ഓർത്ത് മാമിനെ വിളിക്കാൻ കാരണം, മാം നടന്നു പോകുമ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, മേയർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പദവിയായിരിക്കും, പക്ഷെ അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. എല്ലാവർക്കും ആ ഉത്തരവാദിത്വത്തിനെ പറ്റിയുള്ള ഉത്തരങ്ങൾ മാത്രമേ ഉള്ളൂ. എപ്പോഴെങ്കിലും ജനങ്ങളായാലും ശരി, തീർച്ചയായും ആ മിനിമോളിനെ ഒന്ന് നോക്കണ്ടേ, അല്ലേ? തീർച്ചയായും. മാമിനെ പറ്റിയുള്ള കോൺട്രവേഴ്സീസും എല്ലാം വരുമ്പോഴും പദവിയുടെ കൂടെ തന്നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം ആ മിനിമോള്. അപ്പം അന്ന് ഞാൻ ഓർത്താണ്, എൻ്റെ സീറ്റിൽ ആകെ വന്നിട്ടുള്ളത് CJ രാജഗോപാൽ എന്ന് പറയുന്ന മുത്തുവണ്ണനാണ്. മുത്തുവണ്ണൻ ആരാന്ന് നിങ്ങൾക്കറിയാം, എൻ്റെ സീനിയറായിരുന്നു. മോർ ദാൻ എ പൊളിറ്റീഷ്യൻ, ഈസ് എ സോഷ്യൽ സർവീസ് മാൻ. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. പുള്ളിക്കും ഉണ്ടായിരുന്നു ആ കാര്യങ്ങൾ. പുള്ളി ഇന്ന് വരെ ആരും പുള്ളിയുടെ പേഴ്സണൽ സൈഡ് കേട്ടിട്ടില്ല. അതിനുശേഷമാണ് ഞാൻ ഓർക്കുന്നത്, ഇത്രയും വർഷം മേയറായിട്ടിരിക്കുന്നു, എന്തുമാത്രം ആ സ്ത്രീ ജീവിതത്തിൽ ഒരു എന്ന് പറയുന്ന സ്പേസിൽ കരഞ്ഞിട്ടുണ്ടാവാം, വിഷമിച്ചിട്ടുണ്ടാവാം. എത്രയൊക്കെ ആൾക്കാരെ അവരെ ആശ്വസിപ്പിക്കുമ്പോഴും, അവരെ ചേർത്ത് പിടിക്കാൻ ചിലപ്പം അവരുടെ സഹോദരനുണ്ടാവാം, ചിലപ്പോൾ അവരുടെ ഹസ്ബൻഡ് ഉണ്ടാവാം, പക്ഷെ ഒരു സ്ത്രീക്ക് അതൊന്നും മതിയാവില്ല.
വീട്ടിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്യാൻ തന്നെ ഒരു സ്ത്രീക്ക് ബുദ്ധിമുട്ടുള്ള ഈ സമയത്ത് ഈ യാത്രകളിലെല്ലാം അങ്ങനെയാണ് ഞാൻ മാമിനെ പറ്റി മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. അപ്പം അതും കൊച്ചി കോർപ്പറേഷൻ റോഡിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തും എല്ലാം പ്രതിസന്ധികളുണ്ട്. അപ്പം എല്ലാം ഞാൻ ആലോചിക്കുന്നത് ഇതെല്ലാം ഒരു മേയറിൻ്റെ തലയിൽ വെച്ച് കെട്ടേണ്ടതാണോ? നമ്മളെല്ലാവരും ഇതിന് ഉത്തരവാദിയല്ലേ? ഞാനിപ്പം മേയറെ വന്ന് കണ്ടിട്ട് മാം ഇങ്ങനൊരു പ്രതിസന്ധിയുണ്ട്, നമുക്ക് എങ്ങനെ അത് ഒരുമിച്ച് സോൾവ് ചെയ്യാം. അപ്പം മാം അതിൻ്റെ നേതൃത്വത്തിലിരുന്നു കൊണ്ട് പരിഹാരങ്ങൾ കണ്ടെത്താൻ മാമും ശ്രമിക്കും. കാരണം മാമും അതിലെ കൂടെ ആണല്ലോ ട്രാവൽ ചെയ്യുന്നത്. അതിനേക്കാൾ ഉപരി ഇവിടെ നടക്കുന്നത് ആർക്കാണോ ഉത്തരവാദിത്വം കൊടുക്കുന്നത് അവനെ ചെളിവാരി എറിയുക. മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെയാണ് മിനിമോൾ എന്ന് പറയുന്ന അഡ്വക്കേറ്റ്, LLB എന്ന് പറയുന്നത് വലിയ പ്രൊഫഷനാണ്. അത്യാവശ്യം കോട്ടുമൊക്കെ ഇട്ട് കോടതിയിൽ പോയാൽ ഇതിനെക്കാട്ടിയും കുറച്ച് സമയം പണിയെടുത്താൽ മതി. അത്യാവശ്യം വേണ്ട പൈസയെല്ലാം ഒരു പ്രമുഖ എന്ന രീതിയിൽ നല്ല കേസുകളും കിട്ടും. എന്നിട്ടും വിടാതെ ഇത്രയും വർഷം ഈ ഉത്തരവാദിത്വം കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സ്ത്രീയെ, ആ പെൺകുട്ടിയെ, ആ വ്യക്തിത്വത്തിനെ ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. അതാണ് നമ്മളുടെ കോൺവെർസേഷൻ്റെ ഒരു ബ്യൂട്ടി. അങ്ങനെ അച്ഛൻ ഏത് വർഷമാണ് ഇവിടെ പറയുന്നത്? അച്ഛൻ മരിക്കുന്നത് 2008 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ അച്ഛൻ ഇരിക്കുന്ന സമയത്തും ഈ പറയുന്ന നമ്മളെ ഏതൊരു പെൺകുട്ടിയുടെയും റോൾ മോഡൽ ഹീറോ എന്ന് പറയുന്നത് സ്വന്തം അച്ഛൻ തന്നെയാണ്. അതൊരിക്കലും മാറില്ല, ഇനി എത്ര ആരെന്ത് വന്നെന്ന് പറഞ്ഞാൽ. അപ്പം അച്ഛനിരിക്കുന്ന സമയത്ത് ഈ പൊളിറ്റിക്കൽ കാര്യങ്ങളെല്ലാം സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അച്ഛൻ്റെ സജഷൻസ് എന്തൊക്കെയായിരുന്നു? അച്ഛൻ യഥാർത്ഥത്തിൽ നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ്. ഓക്കെ. പക്ഷേ അച്ഛൻ്റെ ലൈഫിലുണ്ടായ ചില അനുഭവങ്ങൾ അച്ഛനെ മാറി ചിന്തിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് അച്ഛൻ കമ്മ്യൂണിസ്റ്റ് എന്ന ലേബൽ വിട്ട് ഒരു ന്യൂട്രൽ സ്റ്റാൻഡിലും പിന്നീട് കോൺഗ്രസിനോടൊപ്പവും ചേർന്ന് അത് ആ കാലത്തുണ്ടായ ചില പ്രശ്നങ്ങളിൽപ്പെട്ട് പ്രവർത്തിച്ചെന്നല്ലാതെ വേറെ ഒരു പൊളിറ്റിക്സിലും ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആരും വേറെ പൊളിറ്റിക്സിലൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ആദ്യത്തെ പൊളിറ്റീഷ്യനാണ് അച്ഛൻ. ആ കോൺഗ്രസിലോട്ട് മാറുന്നതും അച്ഛനുണ്ടായ തിക്താനുഭവങ്ങളും ആയിരിക്കുമോ മകളിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ? തീർച്ചയായും അതൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം. കാരണം നമ്മൾ അറിയാതെ കാരണം ഒരു ഭരണത്തിലിരിക്കുന്ന ആളുകൾ കാണിക്കുന്ന നെറുകേടിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു സ്വാഭാവികമായ ഒരു പൗരൻ്റെ ഒരു അവകാശമുണ്ടല്ലോ. അത് എത്ര ചെറുതാണെങ്കിലും നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഫാമിലിക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചില പോറലുകളുണ്ട്. അതൊരു ആർജവമായി ഉണ്ടായിട്ടുണ്ടാവാം തീർച്ചയായും. ഈ കോളേജിൽ നിന്നൊക്കെ പഠിച്ചു വരുമ്പം ഈ LLB ഒക്കെ എടുക്കുമ്പം, ഇല്ലെങ്കിൽ MCOM BCOM ഒക്കെ എടുക്കുമ്പം ആ മിനിമോളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? സർക്കാർ ജോലി കിട്ടണം എന്ന ആഗ്രഹത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റേതൊരു പ്രേമവിവാഹമാണ്. ഞങ്ങൾ MCOM കഴിഞ്ഞപ്പോൾ ജോലി കിട്ടാൻ എളുപ്പമാണെന്ന് പറഞ്ഞിട്ടാണ് ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ കോഴ്സ് ചെയ്യാനായിട്ട് പഠിക്കാൻ പോയത്. ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഭോപ്പാലിലാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. അവിടെ വെച്ചാണ് ജോയിച്ചനെ പരിചയപ്പെടുന്നതും ജോയിച്ചനായിട്ടുള്ള കല്യാണ കാര്യങ്ങളൊക്കെ. തിരുവനന്തപുരത്താണ് ജോയിച്ചൻ്റെ വീട്. അച്ഛനായിട്ട് വന്ന് സംസാരിച്ചു. അച്ഛൻ സമ്മതിച്ചു. ആ സമയത്തേക്ക് ജ്യേഷ്ഠന്റെ കല്യാണം കഴിഞ്ഞു? ഇല്ല, ജ്യേഷ്ഠന്റെ കല്യാണം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഞങ്ങള് കല്യാണം വീട്ടുകാരി തന്നെ നടത്തി തന്നു. അതിനുശേഷമാണ് ഞാൻ PSC ടെസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തു. ഒരു കുടുംബിനിയാവാൻ തീരുമാനിച്ചു. PSC ടെസ്റ്റ് എഴുതി, ജോലി കിട്ടി. സെയിൽ ടാക്സിൽ ജോലി കിട്ടി. അതിനു മുമ്പ് കോർപ്പറേഷനിൽ ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴും ഈ ജോലി ചെയ്യുമ്പോഴും ഉണ്ടായ 1-2 ഇൻസിഡൻസ് ഉണ്ട്. കാരണം ഒരു നല്ല രീതിയിൽ നമ്മൾ ജോലി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ വരുന്ന പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസുകളും ചില പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ചിലപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിലേക്ക് മാറുന്നത് നല്ലതാണ് എന്ന് എൻ്റെ കാരണം അനീതിക്കെതിരെ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ട് ഒരു ജോലിയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് രണ്ടും പാരലായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. യൂത്ത് കോൺഗ്രസ്സിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. അങ്ങനെ ചെറുതായിട്ട് ഇപ്പോൾ വിനോദേട്ടൻ്റെ ഒക്കെ നിർബന്ധം കൊണ്ടാണ് ഞാൻ യൂത്ത് കോൺഗ്രസ്സിലൊക്കെ മെമ്പർഷിപ്പ് എടുത്ത് വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടൊക്കെ നിൽക്കുമ്പോഴാണ് PSC ജോലി കിട്ടിയത്. അപ്പോൾ നമ്മൾ ആ ജോലി കിട്ടിയപ്പം ഇപ്പം ഈ മുതൽവൻ സിനിമയിലൊക്കെ സംഭവിച്ച പോലെ തന്നെ നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുമെങ്കിൽ എന്ത് ഇൻസിഡൻറ്റിലാണ് ഐ ഹാവ് ടു ബിക്കം എ പൊളിറ്റീഷ്യൻ എന്ന് തോന്നിയത്?
കോർപ്പറേഷനിൽ വർക്ക് ചെയ്യണ സമയത്ത്, അതായത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം, ഞാൻ സോഷ്യൽ വർക്കർ എന്ന രീതിയിലുള്ള ഒരു CEO, കമ്മ്യൂണിറ്റി ഓർഗനൈസർ എന്ന രീതിയിലാണ്. ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ജോലി ചെയ്തെങ്കിലും ഡൈവേർട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഇട്ടിരുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസർ ജോലിയും കൂടി ചെയ്യണമായിരുന്നു. ഇപ്പോൾ കൊച്ചി ഡിവിഷനിലാണ് നമുക്കതിൻ്റെ ചാർജ്. കൊച്ചിയിലുള്ള 17 ഡിവിഷനിലെ ചാർജായിരുന്നു കമ്മ്യൂണിറ്റി ഓർഗനൈസർ എന്ന രീതിയിൽ എനിക്ക് നൽകിയത്. അപ്പോൾ ഞാൻ അന്ന് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് കയറിയിരിക്കുന്ന ഒരു സ്റ്റാഫാണ്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് വഴിയുള്ള സ്റ്റാഫ് സ്ഥിരം സ്റ്റാഫല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നമുണ്ടായപ്പോൾ അന്നത്തെ ഒരു കൗൺസിലർ, ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല, കൗൺസിലർ വന്നിട്ട് എൻ്റെ ഓഫീസിലിരുന്ന് എൻ്റെ ഫയലൊക്കെ വലിച്ചെടുത്ത് കീറി ഭയങ്കര സീനൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഞാൻ ഇന്നും വിശ്വസിക്കുന്നുണ്ട് ഞാൻ ചെയ്തതാണ് ശരി. അപ്പോൾ അന്നുണ്ടായിരുന്ന സ്വാഭാവികമായിട്ട് എംപ്ലോയ്മെൻറ്റിൽ നിന്നൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ ഒരു സപ്പോർട്ട് കുറവും ഒക്കെ വെച്ചിട്ട് നമ്മൾ അത് കഴിഞ്ഞു പോന്നു. പക്ഷേ അന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു രാത്രി ആണ് ഈ തീരുമാനം. അന്നൊരിക്കൊരു 24-20 മാരേജ് കഴിഞ്ഞു. ജോയിച്ച് അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ, പൊളിറ്റിക്കൽ പവർ എന്ന് പറയുന്നത് സമൂഹത്തിൽ വലിയൊരു അംഗീകാരമാണ്. അത് പക്ഷേ 2 രീതിയിൽ ഉപയോഗിക്കാം. നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. ജനങ്ങളുടെ ഒപ്പം നിന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് അതിന് നന്മയുണ്ടാവുന്നത്. ഇപ്പോൾ ഇന്ന് അന്നത്തെ ആ ഇൻസിഡൻറ്റിൽ നീ ചെയ്ത് ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. ജോലി പോണേ പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, ശരിയാണ് എന്താണോ അതിനൊപ്പം നിൽക്കാനാണെന്ന് ജോയിച്ചാൻ പറഞ്ഞത്. അതെ, ജോയിച്ചാൻ പറഞ്ഞത്. ഞാൻ അതിൽ തന്നെ. അതൊരു 2005 ആ സമയത്തൊക്കെ. അച്ഛനുണ്ട്. അച്ഛന് സപ്പോർട്ടാണ്. അച്ഛൻ ഞാൻ വീട്ടിൽ വന്ന എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞു വേണ്ടെങ്കിൽ ജോലി ഇപ്പോൾ നിർത്തിക്കോ, അത് സ്ഥിരമൊന്നും അല്ല, നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ നിനക്ക് ജോലി കിട്ടും. തീർച്ചയായിട്ടും. അപ്പോൾ PSC കോച്ചിങ്ങിനൊക്കെ പോകാൻ എടുത്തിട്ടില്ല. ഇല്ലില്ല, അന്നൊന്നും LLB എടുത്തിട്ടില്ല. PSC കോച്ചിങ്ങിന് പോയി. സെയിൽ ടാക്സിൽ OA ആയിട്ട് ജോലിക്ക് കയറി. ഫസ്റ്റ് അന്നൊരു 18ഓളം എക്സാം ഞാൻ എഴുതി. അതിലൊരു 12 എക്സാമിൽ കിട്ടി. റാങ്ക് ലിസ്റ്റിൽ വന്നു. ആദ്യം വന്നത് ഈ സെയിൽ ടാക്സിലെ OA പോസ്റ്റാണ്. അപ്പോൾ അതിൽ കയറി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നേരത്തെ സർവീസിൽ കയറണമുള്ള നല്ലത്. അങ്ങനെ കയറി. അവിടെ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അന്ന് ഈ എക്സാം എഴുതുന്നതിൻ്റെ കൂടെ ഞാൻ LLBയുടെ ടെസ്റ്റും എഴുതിയിരുന്നു, എൻട്രൻസ് എഴുതിയിരുന്നു. ആ എൻട്രൻസിൽ അന്ന് കേരളത്തിൽ ഈഴവ കാറ്റഗറിയിൽ 6ാമത്തെ റാങ്കായിട്ട് വന്നു. അപ്പോൾ അപ്പോഴും ജോയിച്ചിനാണ് ഒരു ഡിസിഷൻ എടുത്തത്. ജോയിച്ചൻ പറഞ്ഞു LLB ചെയ്യണം. നമുക്ക് ഈ LLB കൊണ്ട് എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടായിരുന്നു? അതായത് ജോയിച്ചൻ പറഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല. ജോയിച്ചൻ പറഞ്ഞു ഞാൻ അപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ എല്ലാവർക്കും, ഇപ്പോൾ പെൻഷൻ ഇല്ലാത്ത ആൾക്ക് പെൻഷൻ മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവിടുത്തെ അയൽക്കൂട്ട പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസ് എനിക്കുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമം അറിയണം. നിയമം അറിയുമ്പോഴാണ് ഒരു കറക്റ്റ് കാര്യങ്ങൾ. ഇപ്പോൾ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നിയമം എന്താണെന്ന് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കോൺഫിഡൻസ് ആയിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ കൂടുതൽ ധൈര്യം തരും. പ്രത്യേകിച്ച് സ്ത്രീ എന്ന രീതിയിൽ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിയമം അറിയാനാണ് നല്ലത്. എത്ര വയസ്സ്? ജോയിച്ചിനൊന്ന് ഞങ്ങൾ 4 വയസ്സിൻ്റെ ഡിഫറൻസ് ആണ്. 28 വയസ്സുകാരൻ്റെ ബുദ്ധിയായത്. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ LLBക്ക് എറണാകുളം ലോ കോളേജിൽ അഡ്മിഷൻ എടുത്തു. അപ്പോൾ ഞാൻ ലീവ് എടുക്കാനായിട്ട് ട്രൈ ചെയ്തു. ജോലിയിൽ നിന്ന് ലീവ് എടുക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ആ പൊളിറ്റിക്സിൽ ഗ്രൂപ്പ് പൊളിറ്റിക്സൊക്കെ കുറച്ച് വരുമല്ലോ. യൂത്ത് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ, ആദ്യത്തെ ഇലക്ഷനാണ്. മറ്റേ നമ്മുടെ രാഹുൽജി വന്നിട്ട് ആദ്യത്തെ ഒരു ഇലക്ഷൻ മോഡ് മാറുവാണ്. നേരത്തെ നോമിനേറ്റഡ് ആണെങ്കിൽ ഇപ്പോൾ ഇലക്ഷനിലൂടെ ജയിച്ചു വരണമെന്ന ഫസ്റ്റ് ഇലക്ഷൻ. അപ്പോൾ സ്വാഭാവികമായും വിനോദേട്ടനൊക്കെ പറഞ്ഞു മത്സരിക്കണം എന്ന് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ്സിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങളുടെ മീറ്റിങ്ങൊക്കെ വിളിച്ചു കൂട്ടി. ആ മീറ്റിങ്ങിൽ വെച്ചാണ് യഥാർത്ഥത്തിൽ ഞാൻ വേണുജിനെ ആദ്യമായിട്ട് കാണുന്നത്. N വേണുഗോപാൽ എന്ന ഗുരു വേണുജിനെ കാണുന്നത് ആ മീറ്റിങ്ങിൽ വെച്ചിട്ടാണ്. അപ്പോഴും ഞാനിങ്ങനെ വന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് പോയിരുന്നതിനപ്പുറത്തേക്ക് പിറ്റേ ദിവസം രാവിലെ എനിക്ക് ജോയിച്ചിനോട് വേണുജിയുടെ ഓഫീസിലുള്ള ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു ഒന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വേണുജിനെ കാണാൻ പോകുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു പൊളിറ്റിക്സിൽ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കും, നിൽക്കണം. കാരണം ഇന്നലത്തെ ഞാൻ ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യത്തെ ഇലക്ഷനായിട്ട് ആർക്കും വലുതായിട്ട് അറിയില്ല. അപ്പം ഞങ്ങളൊക്കെയാണ് ഞങ്ങളിങ്ങനെ പറയുകയാണ്, ഇങ്ങനെയാണ് ഞങ്ങൾ വായിച്ച് മനസ്സിലാക്കിയേക്കണെന്നൊക്കെ ലീഡർഷിപ്പിനോട് പറയുകയാണ്.
അപ്പോൾ അത് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് തോന്നിയിട്ടാണ് ഞാൻ വിളിപ്പിച്ചത്. താല്പര്യമുണ്ടെങ്കിൽ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയുണ്ട്, എന്നാലും ഞാൻ അതിൻ്റെ സൈഡായിട്ട് യൂത്ത് കോൺഗ്രസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അങ്ങനെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞു. ആ പ്രാവശ്യം 2010 തദ്ദേശ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മത്സരിക്കാനുള്ള ഇതൊക്കെ വന്നു. അപ്പോൾ എൻ്റെ ഡിവിഷൻ അത് ജനറൽ വാർഡാണ്. അപ്പോൾ സ്വാഭാവികമായും ഞാൻ പിന്നെ മത്സരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോഴും മത്സരിക്കുക എന്നൊരു എൻ്റെ അജണ്ടയിലില്ല. പക്ഷേ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സിന് സീറ്റ് വേണമെന്ന് വാദിച്ചു. യൂത്ത് കോൺഗ്രസ്സിന് സീറ്റ് വേണം. അങ്ങനെ വാദിച്ചപ്പോൾ എനിക്കും പത്മദാസ്, ചളിക്കവട്ടത്തെ കൗൺസിലറായിരുന്ന പത്മദാസ്, അപ്പോൾ ചളിക്കവട്ടം ഡിവിഷൻ അന്നേ വരെ കോൺഗ്രസ് ജയിച്ചിട്ടില്ല, മാമംഗലം ഡിവിഷൻ അന്നേ വരെ കോൺഗ്രസ് ജയിച്ചിട്ടില്ല. അപ്പോൾ ഈ 2 ഡിവിഷനും യൂത്ത് കോൺഗ്രസിനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ വേണുജിയായിട്ട് സംസാരിച്ചു. അപ്പോൾ വേണുജിയോട് ഞാൻ പറഞ്ഞു, വേണുജി എനിക്ക് ജോലിയുടെ പ്രശ്നമുണ്ട്, ഞാനപ്പോൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇതൊരു പരീക്ഷണമാണ്, ഇന്ന് പോയിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾ ഫാമിലിയിൽ ആലോചിച്ചിട്ട് മത്സരിക്കുന്നുണ്ടെങ്കിൽ നാളെ രാവിലെ വരിക, ഇല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞോ ഇല്ല എന്ന് പറഞ്ഞോ, അപ്പോൾ പിന്നെ നമ്മളത് ആർക്കാന്ന് വെച്ചാൽ തീരുമാനിക്കാം. അപ്പോൾ നമ്മുടെ ഡിവിഷൻ കൂടിയല്ല ഇതുവരെ ജയിക്കാത്തൊരു സീറ്റ്. അപ്പോൾ വീട്ടിലാലോചിച്ചപ്പോൾ അപ്പോഴും അന്നൊരു ഡിസിഷൻ മേക്കറായത് ജോയിച്ചനാണ്. ജോയിച്ചനോട് പറഞ്ഞു മത്സരിക്കണം. വെച്ചാൽ ചിലപ്പോൾ അതൊരു വഴിത്തിരിവായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. മത്സരിക്കാൻ തീരുമാനിച്ചു, ജോലി രാജിവെച്ചു, മത്സരിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ റിസൈൻ ലെറ്റർ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ സെയിൽ ടാക്സ് ഓഫീസിലെ സാർ എന്നോട് പറഞ്ഞു, ഇനി 1 മാസം സമയമുണ്ട്, തോക്കുവാണെങ്കിൽ തിരിച്ചിങ്ങാട് വന്നോ, നമുക്കത് ജോലി കണ്ടിന്യൂ ചെയ്യിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു വിശ്വാസം മനസ്സിലുണ്ട്, തോറ്റാലും കുഴപ്പമില്ല, തിരിച്ചു ജോലി ഉണ്ടല്ലോ, കുടുംബം നടന്നു പോകണ്ടേ. അതെ ജോലിയുണ്ട്. അന്ന് എനിക്ക് ജോയിച്ചിനും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ജോയിച്ചനും ഗൾഫിലായിരുന്നു, തിരിച്ചു വന്നു. ഇവിടെ ഒരു ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചു. മത്സരത്തിലിറങ്ങിയപ്പോൾ തീർച്ചയായും അത് യൂത്ത് കോൺഗ്രസ്സിൽ കിട്ടിയ സീറ്റ് അത് ജയിച്ച് കാണിക്കണം എന്നൊരു തോന്നലുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും 3 പ്രാവശ്യം ഞാൻ ആ ഡിവിഷനിലെ വീടുകൾ കയറി ഇറങ്ങിയിരുന്നു. ആളുകളായിട്ടൊരു ചില വീടുകളിൽ കയറുമ്പോൾ അതൊരു പക്ക LDFിൻ്റെ ഫാമിലികളുടെ ഡിവിഷനോട് പറഞ്ഞു വരണ്ട, കോൺഗ്രസ്സുകാർ ഇവിടെ കയറാറില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ഞാനും പത്മദാസും ജയിച്ചു എന്നുള്ളതാണ്. എത്ര വോട്ടിനാ ജയിച്ചത്? അന്ന് 285 വോട്ടിന് ജയിച്ചു. ഇത് നമ്മൾ ജയിക്കുന്നു. അപ്പം കൂട്ടുകുടുംബമാണോ അന്ന്? ഇല്ല, അന്ന് അമ്മ അല്ല, ഞാൻ ഇവിടെയാണ് എറണാകുളത്ത്. ഞങ്ങൾ ഞാനും ജോയിച്ചനും പിള്ളേരും വാടകയ്ക്ക് താമസിക്കുന്നു. അമ്മയുടെ വീടിന്റെ അടുത്ത് തന്നെ. വീടില്ല, സ്ഥലമുണ്ട്. അപ്പോൾ വീട് വെക്കാനുള്ള ഒരു തീരുമാനം അന്ന് അല്ല, ഇലക്ഷൻ മത്സരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ വീട് വെച്ചു. 2004 വീടിന്റെ പണി തുടങ്ങി. ഒരു 6 ആയപ്പോൾ രണ്ടാമത്തെ മോളും കൂടി ജനിച്ചതിന് ശേഷമാണ് ഇലക്ഷൻ മത്സരിക്കുന്നത്. അപ്പം രണ്ടാമത്തെ ആളുടെ പേര് അനുപമ, മൂത്താളുടെ അർച്ചന. അർച്ചനയും അനുപമയും കൊള്ളാം, 2 ലക്ഷ്മിയും ഈ സരസ്വതി എന്നൊക്കെ പറയുന്ന പോലെ. 2010 ജയിക്കുന്നു അല്ലേ, കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് കാലുകുത്തുന്നു. എങ്ങനെയായിരുന്നു ആ ജേണി പിന്നെ അങ്ങോട്ട്? 2010 ഞാൻ ആ ഡിവിഷന്റെ കൗൺസിലറായി വന്നപ്പോൾ ഞാൻ ആ ഡിവിഷനിൽ ഇലക്ഷൻ സമയത്ത് ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞില്ലേ 3 പ്രാവശ്യം വീട് കയറി എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ കുറേ സത്യങ്ങളുണ്ട്. കാരണം എപ്പോഴും ചില ഒരു സത്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ആളുകളിലേക്ക് സഹായങ്ങൾ എത്തുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെത്തിക്കുക എന്നുള്ളത് വളരെ ചുരുക്കം ആളുകൾ മാത്രം ഇന്നും ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഞാനന്ന് എനിക്കെതിരെ മത്സരിച്ചത് ഹേമലതയാണ്. ഇന്നെൻ്റെ ഏറ്റവും വലിയൊരു പ്രിയപ്പെട്ട കൂട്ടുകാരത്തിയാണ് ഹേമ. അപ്പോൾ അന്ന് ഹേമയോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ചിലപ്പോൾ ഞാൻ ജയിക്കും, ചിലപ്പോൾ ഹേമ ജയിക്കും, പക്ഷെ ആര് ജയിച്ചാലും ഈ ഡിവിഷനിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ആ കാര്യങ്ങൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. ഇതൊരു ജയപരാജയം പൊളിറ്റിക്സിൻ്റെ ഒരു ഇലക്ഷനാണ്. അത് ആര് വേണമെങ്കിലും ജയിക്കാം. ജയിച്ചു കഴിഞ്ഞാലും നമ്മളവർക്ക് ചെയ്യുക എന്നൊരു മനസ്സുണ്ടാവണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ജയിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തതും അത് തന്നെയാണ്. അവിടെയുള്ള ആളുകളുടെ ഇടയിലോട്ട് ഇറങ്ങിച്ചെന്ന് കൃത്യമായ രീതിയിൽ അവിടെ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം 2010 വലിയ ദൂരമൊന്നും, ഒരു 10-20 വർഷം മുമ്പുള്ള സമയം അവിടെ മെറ്റിൽ ചെയ്ത റോഡുകളുണ്ടായിരുന്നു. റോഡുകളുടെ അവസ്ഥ വളരെ മോശമാണ്. കാണകളുടെ അവസ്ഥ, വെള്ളക്കെട്ട്, ഒരുപാട് വിഷയങ്ങൾ ആ ഡിവിഷനിലുണ്ട്. സിറ്റിയുടെ നടുക്കുള്ള ഡിവിഷനാണ്. പക്ഷേ അത് ഈ 5 കൊല്ലക്കാലം
കൃത്യമായ രീതിയിൽ അങ്ങനെയാണ് ഞാൻ ഈ ഫണ്ടുകൾ എങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ചെടുക്കാമെന്നൊക്കെ പഠിക്കുന്നത് അങ്ങനെയാണ്. കാരണം നമ്മുടെ ആവശ്യമാണല്ലോ നമ്മൾ ഓരോരുത്തരിലേക്ക് MLA ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, MP ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, സെൻട്രൽ ഫണ്ട് എങ്ങനെ ഗ്രാൻറ്റുകൾ എടുക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ എല്ലാ വിധത്തിലും ആ ഡിവിഷനിൽ 5 വർഷം കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ കുടുംബങ്ങളുടെയൊക്കെ ഒരു മെമ്പർ എന്ന രീതിയിലുള്ളൊരു സ്നേഹബന്ധം എനിക്ക് ആ ഡിവിഷനുമായിട്ട് പിടിച്ചു പറ്റിയിട്ടുണ്ട്. You have proved that it is a responsibility, അല്ലേ? അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരോടൊപ്പം നിന്നതിലുള്ള ഒരു അംഗീകാരവും അതുതന്നെയാണ് ആ ഡിവിഷനിലെ ആളുകൾ ഇന്നും എനിക്ക് തരുന്നത്. ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടിയപ്പോൾ പിറ്റേ പ്രാവശ്യം മത്സരിച്ചത് ഇപ്പുറത്തെ ഡിവിഷൻ മാറിയാണ്. പിറ്റേ പ്രാവശ്യം മത്സരിച്ച ഡിവിഷന്റെ സ്റ്റോറി പറയുന്നതിന് മുമ്പ് ടീ കുടിക്കണ്ടേ? We will be back after a break. You are in conversation with Advocate Minnie Mole, who is the councillor of Cochin Corporation. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സ്റ്റേ കണക്റ്റഡ്, മോർ സ്റ്റോറീസ്. Welcome back. You are in conversation with Minnie Mole, Advocate Minnie Mole, who is the councillor of Cochin. Welcome back, ma'am. Thank you. Ma'am, ഇപ്പം ഒരു ടേം ഭരിച്ചു. സാധാരണ ഒരു ടേം കോൺഗ്രസ് ഭരിക്കുക, ഒരു ടേം കമ്മ്യൂണിസ്റ്റ് ഭരിക്കുക, ഒരു ടേം കോൺഗ്രസ് ഭരിക്കുക, ഇങ്ങനെ തട്ടി പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. രണ്ടാമത്തെ ടേം എനിക്ക് തോന്നുന്നു വേറെ അല്ലേ? അപ്പോൾ ഈ ഡിവിഷൻ്റെ വോട്ടുകൾ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. ആ പുതിയ ഡിവിഷനെ പറ്റി ഒന്ന് പറയാം. പുതിയ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യമായിട്ട്, അതായത് വിനോദേട്ടൻ മത്സരിച്ച ഡിവിഷനാണ്. ഇപ്പോൾ 2 പ്രാവശ്യം വിനോദേട്ടന് ശേഷം അവിടെ ജയിച്ചിട്ടുള്ളത് CPI ആണ്. കോൺഗ്രസ്സിലെ ഒരു ഗ്രൂപ്പ് പൊളിറ്റിക്സിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ചില വിഷയങ്ങളുള്ളത് കൊണ്ട് എപ്പോഴും അവിടെ കോൺഗ്രസ് തോക്കും. അങ്ങനെ ഒരു ഡിവിഷനിലാണ് ഞാൻ മത്സരിക്കുന്നത്. ഞാൻ മത്സരിക്കുമ്പോൾ 2 പേര് എനിക്കെതിരെ റിബലായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 പേര് റിബലായിട്ട് മത്സരിക്കുന്നു, കോൺഗ്രസ് കണ്ടിന്യൂസ് തോക്കുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ പ്രാവശ്യം തോക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്കവിടെ സഹായകമായത് എൻ്റെ പഴയ ഡിവിഷനിലെ മാമംഗലം ഡിവിഷനിലെ ആളുകൾ ഞാൻ ജയിക്കണം, വീണ്ടും കൗൺസിലർ ആവണമെന്ന് അവർ തീരുമാനിച്ചതാണ്. കാരണം അവരൊരു മർമറിങ് ക്യാമ്പയിൻ തൊട്ടടുത്ത ഒരു റോഡിനപ്പുറത്താണ് ആ ഡിവിഷൻ. അവിടെയുള്ള ആളുകളോട് എനിക്ക് വേണ്ടി സംസാരിച്ചതും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതും അവരാണ്. പിന്നെ ഈ ഡിവിഷനിലെ കോൺഗ്രസിൻ്റെ ആളുകളും ഗ്രൂപ്പൊക്കെ മറന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്നു. ഒരു റിബലുണ്ടായിരുന്നു. 700 വോട്ട് റിബൽ പിടിച്ചിട്ടും ഒരു 903 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ജയിച്ചു. അതായത് ആദ്യത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഇന്ന് വരെ കോൺഗ്രസ് ജയിക്കാത്തടുത്ത്, ഇന്ന് വരെ അല്ല, അതൊരു 15 വർഷത്തിന് ശേഷം 15 വർഷത്തിന് ശേഷം മിനിമോൾ വീണ്ടും ജയിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഉത്തരവാദിത്തം വീണ്ടും കൂടുന്നു. അപ്പോൾ അത് ഇത്തിരി വലിയ ഡിവിഷനാണ്. 2 MLAയുടെ ഡിവിഷൻ വിനോദേട്ടൻ അന്ന് കൗൺസിലർ തന്നെയാണ്. കോർപ്പറേഷനിൽ എൻ്റെ ഒപ്പം തന്നെ കൗൺസിലറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വീണ്ടും ജയിക്കാൻ അവസരം തന്നതല്ലേ. അപ്പോൾ അവിടെയും നന്നായിട്ട് തന്നെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ആ ടൈമിലാണ് ഞാൻ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഹെൽത്ത് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കൊച്ചി നഗരത്തിലെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ, വേസ്റ്റ് മാനേജ്മെൻറ്റ് വിഷയങ്ങൾ ഇത്തിരി ഉറക്കം കെടുത്തുന്ന ഒരു കാര്യമാണ്. അന്നാണ് ബ്രഹ്മപുരത്ത് NGT വന്നിട്ട് ബ്രഹ്മപുരം ഇപ്പം അടച്ചു പൂട്ടുമെന്നുള്ള വിഷയങ്ങളൊക്കെ നിൽക്കുന്ന അവസരം. സ്വാഭാവികമായിട്ടും പണി കുറച്ച് കൂടുതലാണ്. എന്നാൽ പോലും ഒരു സ്ത്രീ എന്ന രീതിയിൽ എൻ്റെ പരിമിതികളെ മറികടന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. രാവിലെ 7 മണിക്കൊക്കെ ഞാൻ ചിലപ്പോൾ ഞങ്ങളുടെ സർക്കിൾ ഓഫീസുകളിൽ ചെന്നിട്ടുണ്ട്. നമ്മളൊരു ടീം ബിൽഡ് ചെയ്ത് എടുക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പഠിച്ചത് ഞാൻ അപ്പോഴാണ്. നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും കണ്ടിജൻറ്റ് വർക്കർമാരെയൊക്കെ ഒരുമിച്ച് കൂടെ നിർത്തി ഞാൻ അവരുടെ കൂടെ ഉണ്ട് എന്നൊരു ഫീലിംഗ് അവരിൽ ടീം വർക്ക് ഉണ്ടാക്കിയെടുത്തു. ആ ടീം വർക്കിന് ഒരുപാട് ഗുണമുണ്ടായി എന്നുള്ളതാണ്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് എന്നെക്കാൾ കൂടുതലായിട്ട് ചാടി ഇറങ്ങിയിരുന്നത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരടങ്ങുന്ന ടീമാണ്. ആ ടീം വർക്കിന് ഒരുപാട് മാറ്റങ്ങൾ കൊച്ചിയിലുണ്ടാക്കാൻ സാധിച്ചു എന്ന് ആത്മവിശ്വാസത്തോടെ എനിക്ക് പറയാൻ സാധിക്കും. കാരണം 100 കോടി രൂപ പിഴയിട്ടുകൊണ്ട് ബ്രഹ്മപുരം അടച്ചു പൂട്ടണമെന്ന് പറഞ്ഞെടുത്തുനിന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്ലാന്റാണ് ബ്രഹ്മപുരം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിൽ നിന്ന് രാജിവെക്കുന്നത്. രാജിവെച്ചത് വേറൊന്നുമല്ല, അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ
LDFിൻ്റെ സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിച്ച ഒരാളായിരുന്നു. സ്വാഭാവികമായും പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തപ്പോൾ പുള്ളി അങ്ങോട്ട് തിരിച്ചു പോയി. 3.25 വർഷമായപ്പോൾ ഞാൻ മാറി വേറെ ആൾ ചെയർപേഴ്സണായിട്ട് വന്നു. അപ്പോൾ അന്നും ഞാൻ 3.5 വർഷം അപ്പോൾ പാർട്ടി എന്നോട് പറഞ്ഞത് അത് തന്നെയാണ്. എനിക്ക് കിട്ടിയ ഉത്തരവാദിത്തം കൃത്യമായി വിനിയോഗിച്ചു. അതിനുശേഷം കൗൺസിലറായി നിന്നു. ബാലൻസ് 1.5 വർഷം കൗൺസിലർ എന്ന രീതിയിൽ പ്രവർത്തിച്ചു. പിന്നീടും മത്സരിക്കാൻ പാർട്ടി എന്നെ അനുവദിച്ചു. പക്ഷേ ഇതിൻ്റെ ഇടയിലെല്ലാം ഒരു പെയിൻഫുൾ ക്രിറ്റിസിസം. കാരണം നമ്മളൊക്കെ ഇത് ചെയ്യുമ്പോഴും മാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും കൈയടിക്കണമെന്നില്ല. ഇല്ല, അവിടെയാണ് ഇപ്പോൾ എനിക്കെതിരെ ഇപ്പോൾ ആരോപണം വരുന്ന ഒരു വിജിലൻസ് കേസുണ്ട്. ആ വിജിലൻസ് കേസൊക്കെ വരുന്ന ആ ഡിവിഷനിൽ ഞാൻ മത്സരിച്ച് ജയിച്ചതിന് ശേഷം അവിടെ ചെയ്ത കാര്യങ്ങളാണ്. കാരണം അവിടെ ഉണ്ടായ വിഷയങ്ങൾ, അവിടുത്തെ ആളുകൾ ആവശ്യപ്പെട്ട പ്രകാരം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ഒരു വഴിയുമായി ബന്ധപ്പെട്ട വിഷയമാണത്. അന്ന് ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽകുമാർ ആ പ്രദേശത്തെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഞങ്ങൾക്കെല്ലാം ചെറുപ്പത്തിൽ മുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളുകളെല്ലാവരും വന്നിട്ട് ആ വഴിയൊന്ന് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവിടെ ഒരുപാട് വിഷയങ്ങൾ എല്ലാവരും എന്നോട് പറഞ്ഞു, കൈവയ്ക്കരുത്, കൈവച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറഞ്ഞതാണ്. അപ്പോഴും ഞാൻ വിചാരിച്ചത് എപ്പോഴെങ്കിലുമൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ തീരണ്ടേ. നമ്മളിങ്ങനെ ഒരു റിസ്ക് കൊടുക്കാതെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളായി തന്നെ നിൽക്കും. ഞാൻ ഒരിക്കലും അങ്ങനെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവാതെ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു നമ്മുടെ മുന്നിൽ വന്നാൽ പരിഹരിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതിനെ മാറ്റിവിടണം. അല്ലാതെ ചെയ്യാട്ടോ എന്ന് പറഞ്ഞ് നടത്തുന്ന ശീലം എനിക്കില്ല. ഒരു കാര്യം അത് തന്നെയാണ്. ഇപ്പം നിങ്ങൾ എൻ്റെ ഡിവിഷനിൽ എൻ്റെ ആളോട് ചോദിച്ചാൽ അവർ പറയും, ഒരു കാര്യം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടാവും, ഇല്ലയെന്ന് മിനിമോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യില്ല. അത് അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു പ്രവർത്തന രീതി. ഞാനിത് കമ്മിറ്റ് ചെയ്തതാണ്, റോഡ് വർക്ക് ചെയ്തു കൊടുക്കും എന്നുള്ളത്. അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആദ്യകാലത്ത് ഉണ്ടായ തീരുമാനങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ഒരു പൊളിറ്റിക്കൽ അജണ്ട നടപ്പാക്കാൻ വേണ്ടി കുറേ ആളുകൾ ശ്രമിക്കുമ്പോൾ നമ്മളെ ചീറ്റ് ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാനതിൽ എൻ്റെ ഭാഗം ശരിയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. മനസ്സിലായി. ഈ പൊളിറ്റിക്സിലായാലും ഈ പറയുന്ന നമ്മളെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇതിനകത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ബിട്രയൽ നെവർ കംസ് ഫ്രം ദ എനിമി. അത് എത്രത്തോളം പൊളിറ്റിക്സിൽ സത്യമാണ്? കറക്റ്റാണത്. കൂടെ നടക്കുന്നവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സത്യമാണത് അല്ലേ? അതെ. കാരണം എനിക്ക് തോന്നുന്നില്ല പുറത്തുനിന്ന് ഒരാൾക്ക് മിനിമോൾ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ഏരിയൽ വ്യൂവും 3D ഡയമെൻഷണൽ വ്യൂവും 2 ഡയമെൻഷണൽ വ്യൂവിലും വളരെ പ്രിസൈസായിട്ട് വളരെ കൂലങ്കർഷമായി ഒരു ആരും പറയുന്നത് പച്ചയ്ക്ക് വിഴുങ്ങുന്ന ഒരാളുമല്ല. അപ്പം നമ്മൾ പറയുന്ന കണക്ക് ബിട്രയൽ പണി കിട്ടണമെങ്കിൽ കുടുംബത്തിനകത്ത് കിട്ടണം, പുറത്തുനിന്ന് കിട്ടാൻ ചാൻസ് ഇല്ല. അങ്ങനെ വേദനിക്കുന്ന ഒരു മുഹൂർത്തം, കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മുഹൂർത്തം അതെങ്ങനെ തരണം ചെയ്യും? ഞാനിപ്പോൾ ഈ പറഞ്ഞ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. കാരണം കൂടെ നിന്ന ആളുകൾക്ക് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ ട്രാപ്പിലാക്കി എന്ന് അവർ ചിന്തിക്കുന്ന രീതിയിൽ നമ്മളൊരു ട്രാപ്പിലേക്ക് വീണു എന്ന് പറയുമ്പോൾ അതിനെ വെച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളുകളുണ്ട്. പക്ഷേ അതിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന കാര്യമുണ്ട്, നമ്മൾ ചെയ്യുന്നതിൽ സത്യസന്ധമായിട്ടുണ്ടെങ്കിൽ ഒരംശമെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. അത് എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. കൂടെ നിന്ന ആളുകൾ മാറി നിന്ന് നമ്മളെ കുറ്റം പറയുമ്പോൾ ആ കുറ്റം പറയുമ്പോൾ അത് കേട്ട് നിൽക്കാനുള്ള ശക്തി നമുക്ക് തരുന്നത് നമ്മുടെ സത്യമാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ മാം ഒന്ന് ഹെയർ വാഷ് ചെയ്യാൻ ഒരു സലൂണിൽ കയറിയാൽ അത് ദൂർത്താന്ന് പറയും. തീർച്ചയായും അല്ലേ? അപ്പോൾ എനിക്ക് മനസ്സിലാക്കാനുള്ളത്, എന്തുകൊണ്ട് പൊളിറ്റീഷ്യൻസിന് വൃത്തിയായിട്ട് ഒരുങ്ങിക്കൂടാ? എന്തുകൊണ്ട് അവർക്ക് ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്തുകൂടാ? എന്തുകൊണ്ട് അവർക്കൊരു സ്റ്റാൻഡർഡൈസേഷൻ? നിങ്ങൾ എന്തിനാണ് അവർക്കൊരു ഒരു ചട്ടം? നമ്മുടെ ഒരു സ്വകാര്യ ജീവിതം പോലും ഇല്ലാതായി പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെ, തീർച്ചയായും. നമുക്കൊരു യാത്ര പോകാൻ പറ്റില്ല. നമ്മൾക്ക് നമ്മുടെ ഫാമിലിയും ഒന്നിച്ച് നമ്മൾ ഒരു പർച്ചേസിന് പോയി കഴിഞ്ഞാൽ നെറ്റ് ചുളിക്കുന്ന ആളുകളുണ്ട്. സ്വാഭാവികമാണ്. ഇപ്പം മേയർ എന്ന രീതിയിലല്ല, ഒരു കൗൺസിലർ എന്ന രീതിയിൽ പോലും എനിക്ക് ആ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് ഇഷ്ടം ചുരിദാറൊക്കെ ധരിച്ച് കംഫർട്ടായി നടക്കാനൊക്കെയാണ് എനിക്കിഷ്ടം. പക്ഷേ സാരി ഉടുത്താലാണ് കൗൺസിലറുടെ ഒരു പവർ വരുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് അതിന് നിർബന്ധിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമൂഹമാണ് ഇന്നുള്ളത്. പക്ഷേ ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പം 2010 അപേക്ഷിച്ച് 2025 നിൽക്കുമ്പോൾ
ഒരുപാട് വ്യത്യാസങ്ങൾ ഈ സമൂഹത്തിൽ വന്നു. ഞാനൊരു കാര്യം പറയട്ടെ, 24 ഈ പറഞ്ഞ 15 കൊല്ലം മാറുമ്പോൾ നമ്മുടെ വയസ്സ് മാറിയില്ലേ? തീർച്ചയായും നമുക്ക് അന്ന് നല്ല അല്ലേ അല്ല, ഞാനിപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിപ്പോൾ എല്ലാവരും പറയും ഭയങ്കരമായിട്ട് കൈക്കൂലി അങ്ങനെ ഇതിന് വേണ്ടിയിട്ടാണ് കൗൺസിലർ കണ്ടിന്യൂസ് ജയിക്കുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ നമ്മുടെ പാർട്ടിയിൽ നിന്നൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കൗൺസിലർഷിപ്പിൽ വരുമ്പോൾ ഞാനൊരു അഡ്വക്കറ്റാണ്. ഞാൻ അന്ന് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇന്നൊരു 10-20 വർഷം 10-16 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു അഡ്വക്കറ്റാണ് ഞാൻ സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ വരുമാനം വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ല. ഈ ആറ്റിറ്റ്യൂഡും ഈ നേച്ചറും വെച്ച് ആരായി തീർന്നേനെ? ചിലപ്പോ ജഡ്ജായിരുന്നേനെ അല്ലേ? സൊസൈറ്റിയിൽ വണ്ടി, സ്റ്റാൻഡേർഡ്, സെക്യൂരിറ്റി, ഇതെല്ലാം വെച്ചല്ലേ മാം എഴുതിയ ടെസ്റ്റുകളിൽ ഈ പറഞ്ഞ കണക്ക് 80% മാം എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഭർത്താവിനും മക്കൾക്കും എല്ലാം പ്രസന്റ് ആവേണ്ട മുഹൂർത്തങ്ങളുണ്ട്. അത് സ്വകാര്യമാണ്, അത് എല്ലാവർക്കും സ്വാർത്ഥമായ ഒരു ആവശ്യമാണ്. പറയാറുണ്ട്. കാരണം നമ്മൾക്ക് മാറ്റി ഇപ്പോൾ ഏതൊരു സാമൂഹ്യ പ്രവർത്തകനായിക്കോട്ടെ, പ്രവർത്തകയായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, അവർക്ക് മാറ്റിവെക്കാൻ പറ്റുന്നത് സ്വന്തം കാര്യം മാത്രം. നമ്മളൊരു അസുഖം വന്നാൽ ഒന്ന് മരുന്നിന് പോകണമെന്ന് വിചാരിച്ച് നമ്മളൊരു ദിവസം നിന്നാൽ അപ്പോഴായിരിക്കും ഒരു ഫോൺ കോൾ വരുന്നത്, എന്തെങ്കിലും ഒരു അത്യാവശ്യമായിട്ട് പോകും. സ്വാഭാവികമായി നാളെ പോകാമെന്ന് തീരുമാനിച്ച് നമ്മളങ്ങ് ഇറങ്ങുകയാണ്. ഒരു സ്ത്രീ എന്ന രീതിയിൽ എങ്ങനെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതൊരു വലിയ അതിശയമാണ്. കാരണം ഇന്ന് ശരാശരി പെൺകുട്ടികൾക്ക് പിങ്ക് ഡേ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് അവധിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം വെച്ചുകൊണ്ട് 4 കോൺസിക്യൂട്ടീവ് വിന്നിങ്. അപ്പോൾ ഫുൾ ടൈം ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന സമയം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലേറ്റാണ്. മാമിനെ ഞാൻ രാവിലെ തൊട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി വേണം വീട്ടിൽ പോകാൻ. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളൊക്കെ ഷൂട്ട് കഴിയുമ്പോൾ നമുക്കറിയാം കട്ടിൽ എന്ന് എഴുതി കാണിച്ചാൽ മതി അല്ലേ? പിന്നെയും രാവിലെ ചാടി എണീക്കുകയാണ്. വല്ല സ്പെഷ്യൽ ഫുഡ് പ്ലാൻ വല്ലതും ഉണ്ടോ? യഥാർത്ഥത്തിൽ ഒന്നുമില്ല. വീട്ടിൽ തന്നെ മക്കളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ ചീത്ത പറയുന്ന ഒറ്റ കാര്യം അത് തന്നെയാണ്. കുറച്ചെങ്കിലും ശരീരം ശ്രദ്ധിക്കണം. വേണ്ടേ? ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ നമ്മളുടെയൊക്കെ ഒരു ക്യാരക്ടർ വെച്ചിട്ട്, എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ രാവിലെ എണീറ്റിട്ട് എക്സസൈസ് ചെയ്യാൻ 1 മണിക്കൂർ മാറ്റി വെച്ച് കൃത്യമായ 1 മണിക്കൂർ കഴിയുമ്പോൾ ആളുകളിലേക്ക് വരുന്നൊരു പ്രകൃതമല്ല. 6 മണിക്ക് ചിലപ്പോൾ എന്നെ വിളിച്ചെണീപ്പിക്കുന്നത് പബ്ലിക്കാണ്. ആ 6 മണി തുടങ്ങി ചിലപ്പോൾ ഞാൻ ആ ഓഫീസിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ രാവിലെ 10-11 മണിക്കായിരിക്കും ചിലപ്പോൾ വന്ന് ഭക്ഷണം കഴിച്ചാലായി, അല്ലെങ്കിൽ സമയം അടുത്ത ആൾക്ക് കൊടുത്ത സമയമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തന്നെ ഇറങ്ങി ഞാൻ ഓഫീസിലേക്ക് വരുന്ന. ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞൊരു 15 വർഷത്തെ ജീവിതമാണ് ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി എന്തും സമ്പാദിച്ചോ എന്ന് പറഞ്ഞോട്ടെ, ഈ സമയം ജനങ്ങൾക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ എപ്പോഴെങ്കിലും ഇനി വേണ്ട, മതി എന്ന് വാവിട്ട് നിലയും വിളിച്ച് മതിയാക്കണമെന്ന് തോന്നിയ മുഹൂർത്തം ഉണ്ടായിട്ടുണ്ടോ? വേറെ മനസ്സിൽ ഈ പൊളിറ്റിക്കൽ ലൈഫ് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ച ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ എത്ര നന്മയായിട്ട് ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഏറ്റവും നന്നായിട്ട് ചിലപ്പോൾ നമ്മൾ ഏറ്റവും സന്തോഷിച്ചിട്ട് മനസ്സുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോൾ ചില ആറ്റിറ്റ്യൂഡ്, ചില ആളുകളുടെ ചില ആംഗിളിൽ നിന്നുള്ള അതിൻ്റെ ക്രിറ്റിസിസം ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും എന്തിന് തോന്നാറുണ്ട് സ്വാഭാവികമായിട്ടും. ഞാനെപ്പോഴും പറയാറുണ്ട്, ജനങ്ങൾ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ പിന്നെ അതാണ് നിങ്ങളെ മുഖ്യമന്ത്രി. ജയിപ്പിച്ച ആളെ എടാ പോടാന്ന് വിളിക്കുക, അസഭ്യം പറയുക. ജനങ്ങൾ ജയിപ്പിച്ച പ്രതിനിധിയാണ്. അത് കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ. പിന്നെ അവരെ റെസ്പെക്റ്റ് ചെയ്യുക, അവരോടൊപ്പം നിന്ന് നാടിനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. ഇപ്പം ഞാൻ താങ്കളുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം, അത് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം, അത് ചോദിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ടീ ബ്രേക്കിന് പോവാം. Okay? This is in conversation with Minimol, the mayor of Kochi. We'll be back after a break. Shine with Nalin. Welcome back. This is Shine with Nalin and you're in conversation with Minimol, the mayor of Cochin. ഇതിന് ഡിവൈൻ ടീ എന്നാണ് പറയുന്നത്. കുടി. അതൊക്കെ ഒരു അതെ കാണുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രത്യേകത കാണും. ഒരുപാട് യാത്രകൾ കഴിഞ്ഞ് രാത്രി 9 മണിക്കാണ് ഈ ഷൂട്ട് നടക്കുന്നത്. ആർക്കെല്ലാം അറിയാമോ? അഡ്വക്കേറ്റാണ്. അപ്പോൾ സൊസൈറ്റിയിൽ ഇന്ന് ഒരുപാട് ഫെസിലിറ്റികളുണ്ട്. അതായത് സൊസൈറ്റിയിൽ തന്നെ ജനങ്ങൾക്ക് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായിട്ട് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് കാരണം ജനങ്ങളിലേക്ക് ഇത് ബ്രിഡ്ജ് ചെയ്യാറില്ല.
ഞാനൊരു ലോ ഫേമിൻ്റെ ഓണറാണ്. ഐ ഓൺ എ ലോ ഫേം. എൻ്റെ മകൻ LLBക്ക് പഠിക്കുകയാണ്. ഇതൊരു വേറെ സ്റ്റോറി ബോർഡാണ്. എനിക്ക് സ്വന്തമായിട്ട് ലോ ഫേമുണ്ട്. അപ്പം ഞാൻ NR മാധവ മേനോൻ സാറുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിരുന്നു. പുള്ളി പാസ്റ്റ് അവേ ആണ്. അന്ന് എക്സ്പോർട്ടിയൻസ് എന്ന് പറഞ്ഞ് ഞാൻ ലോ ഫേമൊക്കെ ലോഞ്ച് ചെയ്ത സമയം. അപ്പോൾ ഞങ്ങളെല്ലാം മനസ്സിലാക്കിയ ഒരു കാര്യം, ലീഗൽ എയ്ഡ് ഓഫീസ് എന്ന് പറയുന്നത് എല്ലാ കോളേജസിനകത്തും സ്ഥാപിക്കാവുന്ന ഒരു ഓഫീസ് സെൻ്ററാണ്. അത് ഇന്ത്യയിൽ തന്നെ ഏകദേശം 1500ഓളം കോളേജസിൽ ഏകദേശം 50ഓളം ലീഗൽ എയ്ഡ് സെൻറ്റേഴ്സേ ഉള്ളൂ. കൊച്ചിയിൽ അങ്ങനെ ഒരു ലീഗൽ എയ്ഡ് സെൻറ്റർ ഉണ്ടോ? നമ്പർ 1. നമ്പർ 2, അങ്ങനെയാണെങ്കിൽ ആ ലീഗൽ എയ്ഡ് സെൻറ്റർ വന്നാൽ തന്നെ ജനങ്ങൾക്ക് പകുതിയിൽ കൂടുതൽ പരാതികളും പരിഹരിക്കാൻ ഈ കുട്ടികൾക്ക് പറ്റത്തില്ലേ? പറ്റുമെങ്കിൽ മേയറിന് ആ വഴി ചിന്തിച്ചിട്ടുണ്ടോ, അതോ ചിന്തിച്ചുകൂടെ? നിലവിലെ കോർപ്പറേഷനിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. പക്ഷേ അതിലേക്ക് കിട്ടുന്ന പരാതികളുടെ നേച്ചർ വേറെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു നിയമസഹായം ആവശ്യമായിട്ട് പരിഹരിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അതിൽ ഫാമിലി ഇഷ്യൂസ് വരാം, ചില തർക്കങ്ങൾ വരാം, ചില വഴിത്തർക്കങ്ങൾ വരാം. പക്ഷെ അവിടെ കിട്ടുന്ന പരാതികൾ അതിപ്പോൾ നമുക്കറിയാം, ഒരു ലീഗൽ എയ്ഡ് സൊസൈറ്റിയുടെ ലിങ്ക് ചെയ്തിട്ടാണ് കഴിഞ്ഞ കൗൺസിൽ പീരീഡിലാണ് തുടങ്ങി വെച്ചിരിക്കുന്നത്. നമ്മൾ ഒരു പരാതി പെട്ടി വെച്ചിട്ടുണ്ട്. ആ പെട്ടിയിൽ വന്ന് വീഴുന്ന പരാതികൾ അത് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴൊക്കെ ആ പരാതികൾ എടുത്തിട്ട് നമ്മുടെ ലീഗൽ സഹായവുമായി ബന്ധപ്പെട്ട ഒരു ജഡ്ജ് അതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിൽ തന്നെ ഒരു അദാലത്ത് പോലെ സംഘടിപ്പിച്ചുകൊണ്ട് അവർ ആ പരാതികൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അവിടെയും ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പരാതികൾ അവിടെ എത്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതായത് നിയമസഹായം വേണ്ടി വരുന്ന ആളുകൾ ഇനിയും അത് കിട്ടാതെ പുറത്തു നിൽക്കുന്നുണ്ട്. മാം, എൻ്റെ അടുത്ത് അഡ്വക്കേറ്റ് ജോൺസൺ ഗോമസ്, ഒരു സീനിയർ അഡ്വക്കേറ്റാണ്. ഞങ്ങൾ ലെക്സ് ഇൻസൈറ്റ് എന്നൊരു പ്രോഗ്രാം ചെയ്തതിനകത്ത് ഞങ്ങൾ ഈ ഐഡിയയെ പറ്റി, അതായത് നമ്മളുടെ ലീഗൽ എയ്ഡ് സെൻറ്ററിനെ പറ്റി നമ്മൾ പറയുകയാണ്. അതിനകത്ത് ഇപ്പം ഒരുപാട് കർഷകരുണ്ട്, ഇല്ലെങ്കിൽ ഒരുപാട് ഫിഷർമാൻ തന്നെ ഉണ്ട്. ഇവർക്കൊന്നും കോസ്റ്റൽ റീജിയനിൽ താമസിക്കുന്നവരൊന്നും വലിയ പണ്ഡിതന്മാരാണെന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ഇവർക്ക് ഒരുപാട് അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവർക്കൊരു പേപ്പർ എഴുതണമെങ്കിൽ അക്ഷയയിൽ പോകണം, അതാണെങ്കിൽ ക്യൂ നിൽക്കുകയും വേണം. ഈ ലീഗൽ എയ്ഡ് സെൻറ്റർ വന്നാൽ തന്നെ ഈ കുട്ടികൾക്ക് ഇതൊരു പ്രാക്ടീസ് ആവും, അല്ലേ മാം? തീർച്ചയായും. ഈ പ്രാക്ടീസ് വെച്ചിട്ട് കുട്ടികൾക്ക് ഒരു ക്ലയൻറ്റിനെയും കിട്ടും, ക്ലയൻറ്റിനൊരു സൊല്യൂഷൻ ആവും. നമ്മളുടെ മുഖ്യമന്ത്രി ഇന്ന് ജനങ്ങളോട് ഇത്രയും സഹകരിക്കുന്ന, പലരും പറഞ്ഞ് നമുക്ക് ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കിട്ടിയ ശരിയല്ലേ? നമ്മളെ VD സതീശൻ സാർ ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങൾക്ക് മാമിനൊരു മെയിൽ അയക്കാം, വിത്ത് റെഫറൻസ് ടു മൈ ഡിസ്കഷൻ ഓൺ മൈ ലാസ്റ്റ് മീറ്റിംഗ്, ഇങ്ങനെ കാര്യം നടന്നു, ഇതൊരു വലിയ സൊല്യൂഷൻ. അപ്പം മാമിൻ്റെ ഒരു 100 നിവേദനമോ പരാതികൾ ഒരു 100 പരാതി വരുമെന്ന് വെച്ചു. ഈ 100 പരാതിയും മാം ലീഗൽ എയ്ഡ് സെൻറ്ററിൽ കൊടുക്കുകയാണ്. അവരത് കുട്ടികളാണ്, അവർക്ക് ശമ്പളം കൊടുക്കണ്ട, അവരിരുന്നത് വർക്കൗട്ട് ചെയ്യും, എന്നിട്ട് അത് കാറ്റഗറൈസ് ചെയ്യും. മാമിന് സൊല്യൂഷൻ കൊടുത്താൽ മതി. ആ സൊല്യൂഷൻ വരെ പിള്ളേർ എഴുതി കൊണ്ടുവരും. നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. താങ്കളുടെ ജീവിതത്തിൽ സാധാരണ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ ആണുങ്ങളുടെ പിറകെയും ഒരു സ്ത്രീ ഉണ്ടാവുമെന്നാണ്. എല്ലാ ആണുങ്ങളുടെ വിജയത്തിന് പിറകെയും ഒരു സ്ത്രീ ഉണ്ടാവും. പക്ഷേ മിനിമോളുടെ ജീവിതത്തിൽ മേയറായതിൻ്റെ പിറകിൽ മിനിമോളുടെ അച്ഛനും മിനിമോളുടെ ഹസ്ബൻഡുമാണ്. കറക്റ്റാ അല്ലേ? എൻ്റെ ഹസ്ബൻഡ് തരുന്ന പിന്തുണ എന്ന് പറഞ്ഞാൽ അത് വാക്കുകൾക്ക് അതീതമാണ്. അത് വീട്ടിലാണെങ്കിലും ഇപ്പോൾ അമ്മയാണെങ്കിലും ബ്രദറാണെങ്കിലും എല്ലാവരും ഉണ്ട്, പിള്ളേരെല്ലാവരും ഉണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മൾ ഇങ്ങനെ വേണ്ട എന്ന് തോന്നുമ്പോൾ അവിടെ നിന്ന് തന്നെ കൈ പിടിച്ച് ഉയർത്തുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വാക്കുകളാണ്. കാരണം ഒരു ഭർത്താവിന് ഭാര്യയെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരമ്മ എന്ന സ്ഥാനം മക്കൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു അവേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന കണക്ക് എല്ലാവർക്കും ഈ ഇളയ മോള് പറയുന്നൊരു തമാശയുണ്ട്. കാരണം അവൾക്ക് 1 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുന്നത്. ഇപ്പോൾ അവൾക്ക് ഇന്ന് അവൾ 18, ഇപ്പോൾ BCom ഫൈനൽ ഇയറിലോട്ട് എത്തുവാണ്. അവൾ പറയുന്നൊരു കാര്യമുണ്ട്, ഒന്നാലോചിച്ചാൽ അമ്മ ഇങ്ങനെ ആയത് നന്നായി. കാരണം ഞാൻ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് ഒരു കറക്റ്റ് ഡിസിഷൻ എടുത്ത് എന്ത് കാര്യത്തിനും അവൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. എന്നെ അങ്ങനെ ആക്കിയത് അമ്മ എൻ്റെ കൂടെ ഫുൾ ടൈം ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ മൂത്ത ആളെ അടുത്തൊപ്പം ഞാൻ കുറേ ഒക്കെ ഒരുമിച്ച് നിൽക്കാനൊക്കെ ഒരു 4 വയസ്സ് വരെയൊക്കെ അവളുടെ ഒപ്പം കുറേ കാര്യങ്ങൾക്ക് നിന്നിട്ടുണ്ട്. അപ്പോൾ അവളെപ്പോഴും ഡിപ്പെൻഡബിളാണ്. അവൾക്ക് എപ്പോഴും ഒരു ഫൈനൽ ഡിസിഷന് മുമ്പ് അമ്മ എന്താണെന്ന് ചോദിക്കുന്ന ഒരു സ്വഭാവം ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇളയാൾ അങ്ങനെയല്ല. അപ്പോൾ അവളെപ്പോഴും കമ്പയർ ചെയ്യും.
അത് ഞാൻ കുറേ ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. അത് കണ്ടാണ് ഞങ്ങൾ വളർന്നിട്ടുള്ളത്. സ്വാഭാവികമായും ആ ഒരു തീരുമാനമാണ് അവളുടെ ലൈഫിൽ അവളെ സഹായിക്കുന്നതെന്ന് അവൾ പറയാറുണ്ട്. ഒരുപാട് സന്തോഷം അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം. കാരണം അവരുടെ പഠിപ്പിൻ്റെ സമയത്ത് എനിക്ക് ഉണ്ടാകാൻ പറ്റിയിട്ടില്ല. SLC പരീക്ഷയിൽ അവരൊന്ന് കൂടെ ഇരുന്ന് മറ്റേ അമ്മമാരൊക്കെ കൂടെ ഇരുന്ന് പഠിപ്പിക്കുമ്പോൾ എനിക്ക് അവരോടൊപ്പം നിൽക്കാൻ പറ്റിയിട്ടില്ല. യാഥാർത്ഥ്യമാണ്. അവർ ഒരു ഡിസിഷൻ എടുത്ത് മറ്റ് കോളേജിൽ പഠിക്കണമെന്ന് പറയുമ്പോൾ അവരുടെ ഒപ്പം സഞ്ചരിക്കുന്നതല്ലാതെ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയേണ്ട അവസ്ഥ എൻ്റെ മക്കൾ എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഒരു സാമൂഹിക സേവക എന്ന രീതിയിൽ ഇപ്പം വെളി രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ടൈം പ്ലാൻ ഉണ്ട്, ഒരു ഹോളിഡേ ഉണ്ട്, ആ ടൈം വെച്ചിട്ട് നമുക്ക് കട്ട് ഓഫ് ചെയ്യാം. ഇവിടെ അങ്ങനൊന്നും ഒന്നുമില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലും മാം ചെയ്താൽ അത് നെഗറ്റീവാണ്. തീർച്ചയായും അല്ലേ? അപ്പം അത് ഹോൾഡ് ഓൺ ചെയ്യുക. ഇപ്പം പലർക്കും ഇപ്പം അസൂയോടുകൂടിയൊക്കെ നോക്കാം. പലപ്പോഴും പറയാറുണ്ട് വന്നൊന്ന് ഇരുന്ന് നോക്ക്. മനസ്സിലായില്ല. പിന്നെ നമ്മൾ ഇത്രയും നാൾ സമ്പാദിച്ച് വെച്ച് നമ്മൾ ഇത്രയും നാൾ ജനങ്ങളുടെ ഒരു വിശ്വാസമുണ്ട്. ആ ജനങ്ങളുടെ വിശ്വാസമാണ് ഇന്ന് മിനിമോൾ. പക്ഷെ ഞാൻ തിരിച്ചു ചോദിക്കുക, കൊച്ചി നഗരം മിനിമോൾക്ക് എന്താണ്? കൊച്ചി നഗരം എനിക്ക് എൻ്റെ എല്ലാമാണ്. കാരണം കഴിഞ്ഞ 15 വർഷക്കാലം ഒരു കൗൺസിലർ എന്ന നിലയിൽ ഞാനിപ്പോൾ മേയറാവും എന്ന് വിചാരിച്ചിട്ടല്ല പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷേ ആ 15 വർഷക്കാലം ഞാൻ കണ്ടൊരു കൊച്ചിയുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വരണമെന്ന് മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിയോഗം പോലെ ഒരു മേയർ സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ തീർച്ചയായും എൻ്റെ മനസ്സിന് എനിക്ക് തോന്നുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്, ഞാൻ അറിഞ്ഞ പോലെ യഥാർത്ഥത്തിൽ കൊച്ചിയുടെ പ്രശ്നങ്ങൾ എന്നെക്കാളും ചിലപ്പോൾ പരിചയസമ്പത്തുള്ള ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ ഈ ഭരണപരമായ രംഗത്ത് ഞാൻ മാറ്റം വരണമെന്ന് ആഗ്രഹിച്ച കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അതൊക്കെ മാറ്റം വരുത്താനായിരിക്കാം എനിക്ക് ഒരവസരം തന്നിട്ടുള്ളത്. തീർച്ചയായും. കാരണം 2008 തൊട്ടുള്ള ഈ യാത്രയിൽ ഫ്ലഡ് വന്നുപോയി, കോവിഡ് വന്നുപോയി. ഒരുപാടുണ്ട് അല്ലേ? അപ്പം ഇതെല്ലാം പ്രതിസന്ധികളാണ്. ഇതൊന്നും മുമ്പ് ചെയ്ത് ശീലവും ഇല്ല. അനുഭവത്തിലൂടെ പഠിച്ചതാണ്, അനുഭവത്തിലൂടെ തരണം ചെയ്തതാണ്. ചില സമയത്ത് നമ്മൾ ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ടേ നമ്മളൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വെള്ളം ദേഹത്തോട് ഒഴിക്കാം എന്നൊക്കെ വിചാരിക്കും. ഒന്ന് ഇരുന്നിട്ട് നമുക്ക് എണീക്കാന്ന് വിചാരിച്ചാൽ ബെഡിലൊന്ന് ഇരിക്കും. പക്ഷേ ചിലപ്പോൾ ആ ഇരിപ്പ് ചിലപ്പോൾ കിടപ്പായിട്ടുണ്ടോ ഉറങ്ങിപ്പോയിട്ടുണ്ടോ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് നേരം വെളുത്തല്ലോ എന്ന്. അതുപോലെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് കോവിഡ് സമയത്തൊക്കെ. പക്ഷേ അതിനൊക്കെ ഒരു പ്രതിഫലം നമുക്ക് ലഭിച്ചു എന്നുള്ളത് ജനങ്ങളുടെ മനസ്സിൽ കിട്ടിയ. ഞാൻ ചോദിക്കട്ടെ പച്ചക്കോട് എന്ത് പ്രതിഫലം? അല്ല ഞാൻ ശരാശരി എൻ്റെ ഒരു പെങ്ങളോടോ ഇല്ല എൻ്റെ ഒരു ചേച്ചിയോടോ സംസാരിക്കുകയാണ്. എന്ത് ഞാൻ കാണുന്നത് ശരി ചെയ്ത് പ്രതിഫലം എന്നൊക്കെ നമ്മൾ മാനസികമായി ചിന്തിക്കുന്നതാണ്. പക്ഷേ ഇന്നും കിടന്ന് ഓടുന്നു, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പം വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു വലിയ പ്രതിസന്ധിയാണ്. ഞാൻ ചോദിക്കട്ടെ, ജനങ്ങൾ ഈ പ്രതിസന്ധിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം, ജനങ്ങൾ കൂടെ നിൽക്കണം, ബാക്കിയുള്ള രാഷ്ട്രീയ ടീമുകൾ കൂടെ നിൽക്കണം. ചൈനയിൽ ഞാൻ 5 വർഷം ഉണ്ടായിരുന്നു. അവിടുത്തെ ഏറ്റവും വലിയ റിസോഴ്സ് വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. ഇതിനെ റീസൈക്കിൾ ചെയ്യുന്നതാണ്. എന്തുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു റീസൈക്ലിംഗ് സിസ്റ്റം വന്നാൽ ഇത്രയും വേസ്റ്റുള്ള വേറൊരു സംസ്ഥാനം ഉണ്ടോ ഇല്ലെങ്കിൽ വേറെ രാജ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതെല്ലാം ഞാൻ ചൈനയിൽ 5 വർഷം, അതായത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ താഴെ വീണ അത് മോട്ടിച്ചുകൊണ്ട് പോകാൻ ആളുണ്ട്. മാമിന് മനസ്സിലായില്ലേ? ഞാൻ നോക്കുന്ന ഈ അമ്മമാർ, അവിടുത്തെ മുത്തശ്ശിമാർ പറയാം, കാരണം പ്രായമുള്ളവരാ, അവർക്ക് ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഈ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ അവർ പാക്കറ്റ് തൂക്കിയിട്ടേക്കും, ഒരു പ്ലാസ്റ്റിക് സഞ്ചി. എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബോട്ടിൽ, പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മളിവിടെ എടുത്ത് കളയുന്ന ബോട്ടിൽ അടിച്ചോണ്ട് പോകാൻ. കാരണം ഇതുകൊണ്ട് കൊടുത്താൽ അവർക്ക് പൈസ കിട്ടും, അത് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയി. അതാണ് കറക്റ്റ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം. ആ ഒരു തോന്നൽ ജനങ്ങളിലേക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ അവിടെ നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ്. കൊച്ചിയിൽ വളരെ പ്രയാസകരമാണ്. ഒരുപാട് ഇനിയും കൊച്ചി മുന്നോട്ട് പോകാനുണ്ട്. ആ മുന്നോട്ട് പോകുന്ന വഴിയിൽ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടി വരും. ഇപ്പോൾ ഞാൻ കാണുന്നൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും വിമർശിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. എല്ലാത്തിനെയും അന്ധമായ വിമർശനമാണ്. അതിലൊരു ചേഞ്ച് വരുമ്പോൾ ആ ചേഞ്ചിനെ ഉൾക്കൊള്ളാൻ ആളുകൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ആ ചേഞ്ച് ഉൾക്കൊണ്ട് നമ്മുടെ നാടിന് വേണ്ടി ഇപ്പോൾ ഈ ആളുകൾ തന്നെ പലപ്പോഴും നമ്മൾക്ക് അറിയാം, പുറത്തു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലോ ഒബീഡിയൻ്റ് ആണ്. പക്ഷേ നാട്ടിൽ വന്നാൽ അത് നേരെ തിരിയും. അവർ റോട്ടിൽ തുപ്പും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വലിച്ചെറിയും, എന്തും ചെയ്യും. അത് നാട്ടിൽ.
പക്ഷേ പുറത്ത് പോയി അവരൊക്കെ പക്കാ മാന്യന്മാരായി. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള മാം, അതിനുള്ള ഫെസിലിറ്റേറ്റ് സിറ്റുവേഷൻ നമ്മളിവിടെ ചെയ്തു വെച്ചാൽ എനിക്ക് തോന്നുന്നു വ്യത്യാസം വരുന്നുണ്ട്. ഒരുപാട് വ്യത്യാസം. എനിക്ക് പ്രയാസമുള്ളൊരു കാര്യം, മാമിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല എങ്കിൽ പോലും എനിക്ക് പ്രയാസം വരുന്നൊരു കാര്യം, ജനങ്ങളുടെ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ് മലവിസർജനം, ടോയ്ലറ്റ്സ്. ഇപ്പം നമ്മളൊരു KSRTC സ്റ്റാൻഡ് തന്നെ എടുക്കുക. ഇവിടുത്തെ എത്ര കുടുംബത്തിൽ പറഞ്ഞ ഇല്ലെങ്കിൽ ഇത്ര സാമൂഹ്യ ഭദ്രത നമ്മൾ ആലോചിക്കുന്ന എത്ര വ്യക്തിത്വങ്ങൾക്ക്, ആണാവട്ടെ പെണ്ണാവട്ടെ, നമുക്കൊന്ന് പോയി ഒന്ന് ഫ്രഷ് ആവാൻ പറ്റിയ സിറ്റുവേഷനിൽ ഇവിടെ ഉണ്ടോ? ഒന്നത് അതെന്തുകൊണ്ടാണ് ഇഗ്നോറൻ്റായി കിടക്കുന്നത്? എനിക്ക് വലിയ ചോദ്യം. കാരണം കഴിഞ്ഞ മന്ത്രി ഇരുന്നിട്ട് ഹൈടെക് വണ്ടികൾ ഇറക്കുന്നുണ്ട്. അപ്പം ഞാനെപ്പോഴും ചിന്തിച്ച്, എനിക്ക് വണ്ടിയല്ല വേണ്ട, എനിക്കൊരു സ്ഥലത്ത് ചെന്നാൽ റെസ്റ്റ് റൂം ഉണ്ടാവണം, ഒന്ന് ഫ്രഷ് ആവണം. അപ്പം മാം ഇങ്ങനെയൊക്കെ ഉള്ള എന്തായാലും മാമിൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ മാം ഇതിനെല്ലാം ഫൈറ്റ് ചെയ്യും. തീർച്ചയായും ഇതിനെല്ലാം പേപ്പർ കൊടുക്കും. മാം കൊടുക്കുന്ന പേപ്പറുകളെല്ലാം അപ്രൂവായി വരണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. നമ്മൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫോളോ അപ്പ് ആരാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും, പ്രത്യേകിച്ച് ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ ഒരുപാട് പെയിൻ അതിൻ്റെ ബാക്കിലുണ്ട്. ഇപ്പോൾ KSRTC സ്റ്റാൻഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ, എന്തുമാതിരി വൃത്തികേടായി കിടന്ന KSRTC സ്റ്റാൻഡാണ് എറണാകുളം, അറിയാം. വൈറ്റ്ല ഹബ്ബ് ഇനിയും മാറാനുണ്ട്. അവിടെയൊക്കെ ഒരു ഉത്തരവാദിത്തമുള്ള ചെയ്യാൻ മനസ്സുള്ള ഒരു ഉദ്യോഗസ്ഥനെത്തേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ പല കുഴപ്പങ്ങളും ഇതാണ്. രാവിലെ വരിക, വൈകുന്നേരം വീട്ടിൽ പോവുക, ഗവൺമെൻറ് ജോലി, മാസശമ്പളം, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറാനുണ്ട് കുറേ കാര്യങ്ങളൊക്കെ. ഞാനിപ്പോഴും ഓഫീസിലിപ്പോൾ മേയർ എന്ന രീതിയിൽ വന്നതിന് ശേഷം പലപ്പോഴും എൻ്റെ ഉദ്യോഗസ്ഥരായിട്ട് വഴക്കിടുന്നത് ഇതിനു വേണ്ടി തന്നെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്പീഡ് നമ്മുടെ വർക്കിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവും. പക്ഷേ ഈ കുറ്റമെല്ലാം മേയറിനാ. അതെ, എന്ത് ചെയ്താലും കുറ്റം മേയറിനാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സ്പീഡാവേണ്ടത് നമ്മുടെ കൂടെയുള്ള ടീമാണ്. അതെ, എനിക്ക് മാമിനടുത്ത് ചോദിക്കാനുള്ളൊരു ചോദ്യം, എന്താണ് കൊച്ചിയോട് മാമിന് പറയാനുള്ളത്? കൊച്ചിയോട് എനിക്ക് പറയാനുള്ളത്, കൊച്ചി ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുള്ളതാണ്. കൊച്ചി ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പുറത്ത് സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് ആളുകൾ പുറത്ത്. കൊച്ചിയിലൊക്കെ പ്രത്യേകിച്ചും പുറത്ത് പോയിട്ട് അവിടെ താമസിക്കും. ഇപ്പോൾ നളം തന്നെ 5 വർഷം ചൈനയിലുണ്ടായിരുന്നു. അതേപോലെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവിടെ കണ്ട ഒരു സംസ്കാരമുണ്ട്, അവിടെ കണ്ട നിങ്ങൾ ശീലിച്ച ഒരു ജീവിത രീതിയുണ്ട്. അതിലേക്ക് നമുക്ക് കൊച്ചി എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ എത്തിക്കണമെങ്കിൽ ഒരുപാട് ദൂരം നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കണം. അതൊരു ഭയങ്കര ടേമാണ്. ഇപ്പോൾ പല പാലത്തിൻ്റെ അടിയിലൂടെ പോകുമ്പോഴും റോഡ് ഇങ്ങനെ ഹമ്പ് പോലെ ചാടി പോകാറുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ച്, ഇതിനൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഞാൻ ചിന്തിക്കുക, അതൊരു PWD എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആകെ മാം നടക്കുന്നതെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഹോട്ടലുകാർ, ഞാൻ ഇരുത്തിക്കൊണ്ട് തന്നെ പറയാം, ഞങ്ങളുടെ ഹോട്ടലിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് എന്നും പറഞ്ഞ് വന്ന് കയറി പഴങ്കഞ്ഞി വയ്ക്കാൻ പാടില്ല, തൈര് വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്ന, ഞങ്ങൾക്ക് ഫൈൻ അടിച്ച് തരുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതൊന്നും പ്രശ്നമല്ല, കാരണം അത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരിച്ചും പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ പബ്ലിക്കിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുകൾ തന്നെ നമ്മൾ അതിനെക്കാട്ടിയും ബെറ്ററാണ് നെയ്റ എന്ന് പറഞ്ഞത്. ഞാനിവിടെ ആരുടെയും ബ്രാൻഡ് അംബാസഡർ ഒന്നുമല്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, എൻ്റെ ഒരു സഹോദരിക്ക് ഇല്ല, എൻ്റെ ഒരു സുഹൃത്തിന് ഇല്ല, നമ്മളെ മക്കൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാൻ പാടില്ലല്ലോ. ഇത്രയോ പെട്രോൾ അടിച്ചാൽ പോകുന്നത്. അപ്പം എന്തുകൊണ്ട് ഒരു ജനം മേയറാണോ ഇത് ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ കണ്ടു, ഞാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് ഒരു മെയിൽ അയച്ചിട്ട് മാമിന് CC വെച്ചാൽ പോരെ? അങ്ങനെ എത്രയോ മെയിലുകൾ മാമിന് അയക്കാൻ പറ്റും. ഡയറക്റ്റ് മാമിന് തന്നെ തരണമെന്നില്ലല്ലോ, അല്ലേ? എത്രയോ കോർപ്പറേഷനും, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ കറക്റ്റാണ് അല്ലേ? ഒരു ജനത്തിന്, എല്ലാ സിറ്റിസണും ഈ റെസ്പോൺസിബിലിറ്റി ഇല്ലേ മേയർ? ഉണ്ട്. ഇപ്പം പറഞ്ഞതുപോലെ, ഇപ്പോൾ മേയർ എന്ന രീതിയിൽ നമ്മളൊരു ടോയ്ലറ്റ് കോംപ്ലക്സ് അല്ലെങ്കിൽ ടോയ്ലറ്റ് ഒരു പണിതു. ആ പണിതത് ചിലപ്പോൾ ഈ സങ്കടം തോന്നിയിട്ടുള്ള കാര്യമുണ്ട്. എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സ് ഏറ്റവും മനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു ബിൽഡിങ്ങാണ് കൊച്ചിൻ കോർപ്പറേഷൻ ചെയ്തത്. കഴിഞ്ഞ ടൈമിൽ CSML ഫണ്ട് ഉപയോഗിച്ച് ചെയ്തതാണ്. ആ ബിൽഡിങ്ങിലെ ടോയ്ലറ്റിൽ നിന്നും പൈപ്പുകൾ കട്ടുണ്ടു പോകാനുള്ള ഒരു മനസാന്നിധ്യം കാണിക്കുന്ന ആളുകളെ നമ്മൾ എന്ത് വിളിക്കണം? ഇപ്പോൾ അതുപോലെ നമ്മളൊരു കാണ പണിയുമ്പോൾ ഗ്രില്ലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ബ്ലോക്ക് ഉണ്ടോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ റോഡിന് നടുക്കിലിനെ കട്ട് ചെയ്തിട്ടിട്ട് ഗ്രില്ലിടും ഇരുമ്പിൻ്റെ, അതെടുത്തുകൊണ്ട് പോകുന്ന ഒരു മനസ്സുണ്ട്. അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും മാറേണ്ടതുണ്ട്. ഒരു ടോയ്ലറ്റിൽ കയറിയാൽ അവിടെ ഉപയോഗശേഷം വെള്ളം ഒഴിക്കണമെന്ന് ഒരു കോമൺ സെൻസ് അല്ലേ? അത് ചെയ്യാത്ത എത്രയോ പേര് ഇറങ്ങിപ്പോരുന്നുണ്ട്. 100%. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വ്യത്യാസം, അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കണമെന്ന് പറഞ്ഞ കാര്യം അതാണ്. ഇപ്പോൾ ഒരാൾ കയറിയിട്ട് ഇറങ്ങുമ്പോൾ ഒരു വെള്ളം ഒഴിച്ചില്ലെങ്കിൽ
സ്വാഭാവികമായി അടുത്ത് കയറുന്ന ആൾക്ക് അറിയാം അയാൾ വെള്ളം ഒഴിക്കാതെ. നമുക്ക് പറയാൻ സാധിക്കണം നിങ്ങൾ ചെയ്ത് തെറ്റാണ്, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടണം, അപ്പോഴാണ് തിരുത്തലുകൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആരോടായിക്കോട്ടെ തെറ്റുകൾ നമ്മൾ കണ്ടാൽ ചൂണ്ടിക്കാൻ. ഞാനതിൽ ഒരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഞാൻ മഹിളാ കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന, ഇപ്പം എൻ്റെ പാർട്ടിയിലുള്ള പൊസിഷൻ അതാണ്. ലതിക സുഭാഷ് മുടി മൊട്ടയടിച്ച് പോയ കാര്യമൊക്കെ അറിയാമല്ലോ. ആ സമയത്താണ് അഡ്വക്കേറ്റ് ജെബി മേത്തർ പ്രസിഡൻ്റായിട്ട് ചാർജ് എടുത്ത് വരുന്നത്. ഒരു ഗ്യാപ്പിന് ശേഷം ഒന്നുമല്ലാതിരുന്ന മഹിളാ കോൺഗ്രസ് എന്ന സംഘടനയെ ഇന്ന് ഒരു ഏറ്റവും താഴേക്ക് തട്ടിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പബ്ലിക്കിൽ സംസാരിക്കുന്ന ഒരു സ്ത്രീ വിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു യാത്രയുണ്ട്. അതിൻ്റെ ആ യാത്രയിൽ ഒരുമിച്ച് നിൽക്കാൻ സാധിച്ച് അത് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അതിൽ ഒരുപാട് ഡെഡിക്കേഷനുണ്ട്, ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അപ്പോഴും മനസ്സിൽ തുറന്ന് ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ പ്രസ്ഥാനം അല്ലെങ്കിൽ ഞാൻ എന്നെ ഏൽപ്പിച്ചത് സ്ഥിരമായി അത് കൃത്യമായി ഒരു ലക്ഷ്യത്തിലെത്തിക്കണം എന്നുള്ളതാണ്. അത് തന്നെയാണ് ഞാനും കാണുന്നത്. എൻ്റെ പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന, ഈ നാട്ടിലെ ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന മേയർ എന്ന പദവി, ആ പദവിയിൽ ഇരുന്നു കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. അതിപ്പോൾ ഇങ്ങനെ 1 2 3 എന്ന് എണ്ണി കാണിക്കാൻ പറ്റണം ഞാൻ മേയറായിരുന്നപ്പോൾ എന്ത് ചെയ്തു എന്നുള്ളത്. ചിലപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, വളരെ ചുരുങ്ങിയ കാലയളവിൽ പറ്റില്ല. പക്ഷേ നമ്മുടെ മനസ്സിന് സംതൃപ്തി തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൊച്ചിയിലെത്തുന്ന ഒരു വിനോദസഞ്ചാരിക്ക് കൊച്ചിയിലെത്തി എന്ന് സിനിമയിൽ ഇപ്പോൾ കാണുന്ന പോലെയല്ല, കൊച്ചിയിലെത്തിയിട്ടോ എന്ന് നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ കൊച്ചിക്ക് മാറ്റം ഉണ്ടാവണം. അതാണ് നേരത്തെ ചോദിച്ചില്ലേ, അനുഗ്രഹമല്ലേ? കാരണം ഫോർട്ട് കൊച്ചി ഒരു വലിയ ബ്ലെസ്സിംഗ് ആണ്. അതെ, ഇവിടെ ടൂറിസം കറക്റ്റ് ചെയ്യാനുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഭാഗം ആളുകളുണ്ട്, ഇവിടെ ഒന്നും ശരിയാവരുത്, ഇതിങ്ങനെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെ നമ്മൾ ഒറ്റപ്പെടുത്താൻ ഉണ്ടാവണം. കാരണം അവരുടെ ആവശ്യം അവരുടെ അജണ്ടകൾ നടപ്പാക്കുക എന്നുള്ളതാണ്. അവരുടെ ആവശ്യം ഇതിങ്ങനെ പോയാലാണ് അവർക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ നാടിൻ്റെ നന്മയും ഈ നാടിൻ്റെ ബെനിഫിറ്റും ആഗ്രഹിക്കുന്ന നമ്മൾ ഒരുമിച്ച് നിന്നേ പറ്റൂ. 15 വർഷത്തോളം ഈ യാത്രയിൽ ജനങ്ങൾ ചേർത്ത് പിടിച്ച് ജയിപ്പിച്ചിട്ടും കോൺട്രവേഴ്സീസ് 2 ഒന്നൊരു പള്ളി സംബന്ധമായ വന്നു, ശരിയല്ലേ? ഇത് രണ്ടും മറികടന്ന് തോൽക്കാൻ മനസ്സില്ല എന്ന് തോൽപ്പിക്കാൻ ശ്രമിച്ചു നോക്ക്. സത്യത്തിനെ ഞാൻ മുറുക്കി പിടിച്ചിട്ടുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ സത്യം ജയിക്കും. വരുന്ന തലമുറയ്ക്ക് എന്തെങ്കിലും സമ്പാദിച്ചു വെച്ചാൽ അത് പ്രകൃതിയായിരിക്കണം. തീർച്ചയായും ഇവിടുത്തെ ടൂറിസം നല്ല രീതിയിൽ ബിൽഡ് ചെയ്താൽ വരുന്ന തലമുറയ്ക്ക് ഷോക്കേസ് ചെയ്യാൻ നല്ലൊരു കൊച്ചി ഉണ്ടാവും. എൻ്റെ അടുത്തൊരു വലിയ കോടീശ്വരൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് റീസെൻ്റ്ലി ഞാനൊരു ഫംഗ്ഷൻ കണ്ടപ്പം, 10 തലമുറയ്ക്ക് ഞാൻ തിന്നാനുള്ളത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചു, തിന്നാൻ 10 തലമുറ ഉണ്ടാവണ്ടേ? തീർച്ചയായും അതാണ് ക്വസ്റ്റ്യൻ. അത് കറക്റ്റാണത്. 10 തലമുറ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റണ്ടേ? പക്ഷേ എൻ്റെ ചോദ്യം വീണ്ടും, ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റവും ഡെവലപ്പായാൽ തന്നെ കേരളം രക്ഷപ്പെട്ടില്ലേ? തീർച്ചയായും സിറ്റിയുടെ ബ്ലോക്ക് മാറ്റാൻ സാധിക്കണം. നമുക്ക് സിറ്റി മൂവബിൾ ആക്കണം. അതിനൊക്കെ കുറച്ച് കാലം കൂടി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടി വരും, ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും, ഒരുമിച്ച് പോകേണ്ടി വരും. ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായും എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ സമയം അത് ഓരോ ദിവസവും ഓരോ പ്ലാൻ വെച്ചിട്ട് പോയാലാണ് തീർക്കാൻ പറ്റുള്ളത്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ഒരു മേയർഷിപ്പ് ചുമതല ഏറ്റെടുത്ത ശേഷം 50 ദിവസം എന്ന് ഞാൻ കട്ട് ചെയ്തത്. 50 ദിവസം വെച്ചിട്ടാണ് ഞാൻ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കിയത്. ആദ്യത്തെ 50 ദിവസം കൊണ്ട് പ്രൊജക്റ്റുകൾ 21 പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തു. കൊച്ചിയുടെ 21ാമത്തെ മേയറാണ്, അതിൽ 3ാമത്തെ വനിതാ മേയറാണ്. നമ്മളുടെ സിഗ്നേച്ചർ പ്രൊജക്റ്റുകൾ വരണം. ആ 50 ദിവസത്തിൽ ഞാൻ 2-3 സിഗ്നേച്ചർ പ്രൊജക്റ്റിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഒന്ന് ഇന്ദിരാ ക്യാൻറ്റീനാണ്. 50 രൂപയ്ക്ക് കൊച്ചിയിലെത്തുന്ന, കൊച്ചിയെ ആവശ്യമുള്ള ആളുകൾക്ക്, സാധാരണക്കാർക്ക് ഒരു വിശപ്പ് രഹിത കൊച്ചി എന്ന കൺസെപ്റ്റിൽ നമ്മൾ തുടങ്ങിയ ഇന്ദിരാ ക്യാൻറ്റീൻ. അത് ജനം ഏറ്റെടുത്തൊരു പ്രൊജക്റ്റാണ്. എന്തൊക്കെ ക്രിറ്റിസൈസ് ആരൊക്കെ അവിടെ നിന്ന് പറഞ്ഞാലും അതിനേക്കാളുപരിയായിട്ട് അവിടെ എത്തുന്ന, ഒരു ദിവസം 32,200-ലധികം ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമായി ആ ഒരു ചെറിയ സ്ക്വയർ ഫീറ്റ് സ്ഥലം മാറിയിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾ ഏറ്റെടുത്തുന്നുള്ള തെളിവാണ്. രണ്ടാമത് നമ്മൾ ഇപ്പോൾ ചെയ്ത
ഈ നമ്മുടെ നായശല്യത്തിന് വേണ്ടിയിട്ട്. സുപ്രീം കോടതിയുടെ ഓർഡർ വന്നത് കഴിഞ്ഞ ആഴ്ചയാണ്. പക്ഷേ കൊച്ചിൻ കോർപ്പറേഷൻ കുറേ മുന്നോട്ട് പോയിട്ടുണ്ട്. 5 ഏക്കർ സ്ഥലം നായ്ക്കളുടെ ഷെൽട്ടറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബ്രഹ്മപുരത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തീകരിച്ചാൽ നമ്മൾ തെരുവ് നായയുടെ ശല്യം പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉള്ള ഒരു നഗരമായി കൊച്ചി മാറും എന്നത് വളരെ അഭിമാനപൂർവ്വം എനിക്ക് പറയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ ആ വർക്കിൽപ്പെടുത്തി നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പുതിയ ഓഫീസ്. ഇപ്പോൾ ഞങ്ങളുടെ കൊച്ചിൻ കോർപ്പറേഷൻ ഓഫീസ് ഞാൻ മേയറായി വരുമ്പോൾ കോർപ്പറേഷൻ്റെ കൗൺസിൽ ഹാളും മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും റൂം മാത്രമാണ് യഥാർത്ഥത്തിൽ അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ പഴയ ഓഫീസിൽ നിന്നും 3 മാസം കൊണ്ടാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും മാറി 5 നില നമ്മൾ പൂർണ്ണമായി പണി പൂർത്തീകരിച്ച് പറഞ്ഞ ദിവസം ഒരു ഫെസിലിറ്റേഷൻ സെൻ്റർ എൻ്റെ ഡ്രീമാണ്. കാരണം സാധാരണക്കാരായ ആളുകൾ കടന്നു വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു കോർപ്പറേഷൻ ഓഫീസ് ഉണ്ടാവണം. അങ്ങനെ ആ 50 ദിവസത്തിൽ പറഞ്ഞ ഒരു 21 കാര്യങ്ങളിൽ ഒരു 20 കാര്യങ്ങളും നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് അതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ ദീപക് ജോയി അടക്കം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരടക്കം എൻ്റെ കൗൺസിലേഴ്സ് എല്ലാവരും ടീം വർക്കായിട്ട് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ, അതായത് ഒരുപാട് തർക്കങ്ങളും ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് കൊച്ചിയിലൊരു പുതിയ മേയർ ഉണ്ടായപ്പോൾ ആ മേയർക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാവരും നിന്നത്. ആ ഒരു ടീം വർക്കിൻ്റെ വിജയമാണ് ആ 20 പദ്ധതികൾ വിജയിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് സ്വാഭാവികമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞങ്ങൾ രണ്ടാമത് ആ ടീം വർക്ക് പൊടി തട്ടിയെടുത്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് എനിക്ക് മനസ്സിന് സന്തോഷം നൽകിയ ഒരു കാര്യം കൂടിയുണ്ട്. 126 കുടുംബങ്ങൾ കോന്തുരുത്തി പുഴ പുറമ്പോക്കിൽ താമസിച്ചിരുന്ന 126 കുടുംബങ്ങൾ. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചു 6 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടടുത്ത് കുന്നത്തുനാടുണ്ടായ പുകിലുകളും ബഹളങ്ങളും 2012 തുടങ്ങിയ ഒരു കേസുമായി ബന്ധപ്പെട്ട് പുഴപ്പുറമ്പോക്കുമായി ബന്ധപ്പെട്ട് ഇവരെ ഒഴിപ്പിക്കുന്നതിന് ഹൈക്കോടതിയുടെ ഓർഡർ വന്നു. ഈ 126 കുടുംബങ്ങളെയും കൊച്ചി നഗരസഭ മേയറായി ചുമതലയേറ്റതിന് ശേഷം നമുക്ക് ഒരു എതിർവാക്കില്ലാതെ, ഒരു ബഹളമില്ലാതെ, നിങ്ങൾ ആരും ഒന്നും അറിഞ്ഞില്ലല്ലോ, 126 പേരെ ഞങ്ങൾ പുനരധിവസിപ്പിച്ചു. എന്നോട് അതിൽപ്പെട്ട ഒരമ്മ കൈ പിടിച്ച് അനുഗ്രഹിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, 7 തലമുറ പുണ്യം ഉണ്ടാവും. അതാണ് 126 പേർക്കും 14 ലക്ഷം വെച്ചിട്ട് കൊടുത്ത് അവരുടെ ചെക്ക് കൊടുത്ത് കൈമാറി അവരവിടെ നിന്ന് സന്തോഷത്തോടെ ഒഴിഞ്ഞു പോയപ്പോൾ കിട്ടിയ ഒരു സന്തോഷം. അത് ശരിക്കും അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്കൊരു ബഹളം ഉണ്ടാക്കാം, ഒഴിപ്പിക്കാം, പോലീസിനെ വിളിക്കാം, ഒന്നും കൊടുക്കാതെ അവരൊക്കെ ഇറക്കി വിടുന്ന രീതിയിലേക്ക്. പക്ഷേ നിരന്തരമായി LDFൻ്റെ ഗവൺമെൻറ്റാണ് അപ്പോൾ ഉള്ളത്, കോൺഗ്രസിൻ്റെ മേയറാണ്. പക്ഷേ ചാർജ് എടുത്തതിൻ്റെ പിറ്റേ ആഴ്ച മുതൽ ഞാൻ തിരുവനന്തപുരത്ത് ഓരോ മന്ത്രിമാരെയും ഓരോ ഓഫീസർമാരെയും കയറി ഇറങ്ങി 4-5 പ്രാവശ്യം പോയി അതിന് വേണ്ട ഓർഡറൊക്കെ ഉണ്ടാക്കി ചെയ്തപ്പോൾ അത് നൽകിയൊരു സന്തോഷമുണ്ട്. അതാണ് ഏറ്റവും വലുത്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഗിമ്മിക്സും ഡ്രാമയും നടക്കുന്ന കാലമാണ്. ഇത്രയുമൊക്കെ ചെയ്തിട്ടും മാമിനെ സോഷ്യൽ മീഡിയയിലെങ്ങും സജീവമായി കാണാറില്ല, മാം ഇതെങ്ങും പറയാറില്ല. എനിക്ക് പറയാനുള്ളതൊരു സഹോദരൻ എന്ന രീതിയിൽ ഇങ്ങനെയുള്ള എന്ത് വിശേഷങ്ങളുണ്ടെങ്കിലും ഒരു വിളിപ്പുറത്തപ്പുറത്ത് ഞാനും എൻ്റെ ടീമും കാണും. അത് ബ്ലോഗ് ചെയ്യാൻ, അത് ജനങ്ങളിലേക്ക് അറിയിക്കാൻ മാം ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. കാരണം ജനങ്ങൾ അറിയണം, ജനങ്ങൾക്ക് അത് അറിയിച്ചു കൊടുക്കുക. കാരണം പലരും ഇത് അറിയുന്നില്ല. ഇപ്പം 126 കുടുംബങ്ങൾക്ക് ഇത് എത്തിയ വിവരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, അല്ലേ? അപ്പോൾ ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തണം. മാം ഉൾപ്പെടെ മാമിൻ്റെ സോഷ്യൽ മീഡിയ പേജ് ആക്ടിവേറ്റ് ചെയ്യണം. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, മേയർ എന്നൊരു വ്യക്തിത്വത്തിനെ മാറ്റിവെച്ചാൽ ഒരു അമ്മ, ഒരു സ്ത്രീ എന്ന രീതിയിൽ കൊച്ചിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ മേയറായി ചുമതലയേറ്റെടുത്തപ്പോഴേ മനോരമ പത്രത്തിൽ വന്നൊരു ക്യാപ്ഷനുണ്ട്, കൊച്ചിയിലെ മിനിയമ്മ. അതായത് അന്ന് വരെ ഞാൻ തമാശയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, മിനിമോൾ എന്നാ എൻ്റെ പേര്. അപ്പോൾ എന്നെ എല്ലാവരും പലപ്പോഴും കളിയാക്കുന്നുണ്ട്, 60 വയസ്സായാലും മോളെ എന്ന് വിളിക്കാൻ ഭാഗ്യം ചെയ്ത ജന്മമാണ്. അപ്പോൾ ഞാൻ പറയാം, അത് എൻ്റെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം അമ്മയായി മാറുകയാണ്, നഗരത്തിൻ്റെ മിനിയമ്മയായപ്പോൾ. ആ അമ്മയുടെ കരുതൽ തന്നെയാണ് എനിക്കുള്ളത്. തീർച്ചയായും അന്തസ്സോടുകൂടി. മിനിയമ്മയോട് റാപ്പിഡ് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകണം, റാപ്പിഡ് ഫയർ സെക്ഷൻ. നമുക്കൊന്ന് ഫണ്ണി ആക്കാം. ഓക്കെ, സോ ദിസ് ഇസ് റാപ്പിഡ് ഫയർ സെക്ഷൻ. യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് Miniyamma, the Amma of Kochi Corporation. So let us come back after a small break. This is Shine with Nalan.
Welcome back. This is Shine with Nalan, and you are in conversation with Mini Amma from Cochin Corporation, the mayor of our very own Cochin city. ദാ നാരങ്ങ മിഠായി കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരട്ടെ. തീർച്ചയായും എപ്പോഴും കുട്ടിക്കാലത്ത് അമ്മ കളിച്ച് ഇങ്ങനെ നടക്കുകയല്ലേ. ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ സഹോദരിയാക്കി അല്ലേ, മോളെ തിരിച്ചു കൊണ്ടുവന്ന്. അത് എൻ്റെ ഒരു പ്രിവിലേജാണ്. അപ്പോൾ നമുക്ക് വൺ വേർഡിൽ പറയണം. കൊച്ചി. കൊച്ചി എൻ്റെ കുടുംബമാണ്, പൊളിറ്റിക്സ്. എൻ്റെ ലൈഫാണ്. വിമൻ. ഈ സമൂഹത്തിൽ കിട്ടുന്ന ഒരു പ്രിവിലേജാണ്. പ്രിവിലേജ്. റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ 100% അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഫിയർ. ഒട്ടുമില്ല, ഒരു കാര്യത്തിലുമില്ല. സക്സസ്. 100% ഫെയിലുവർ. ഉണ്ടാവാം. പവർ. സൂപ്പർ. പീപ്പിൾ. ഫ്രണ്ട്ലി. The most misunderstood thing about you. അത് നേരത്തെ പറഞ്ഞ വിജിലൻസ് വിജിലൻസ് അന്വേഷണമാണ്. അന്വേഷണമാണ്. ലൈഫിൽ താങ്ക് യു പറയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. ഒന്ന് വിനോദേട്ടൻ. വിനോദേട്ടനുണ്ട്. വിനോദൻ ഷിമിയായിട്ടും നല്ല ഫ്രണ്ട്ഷിപ്പാണ്. നമ്മൾ ജസ്റ്റ് എൻ്റെ ജോയിച്ചനുണ്ട്. ചോദിച്ചാണ്. പിന്നെ വേണുജിയുണ്ട്. വേണുജിയാണ്. പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറും. Okay. എൻ്റെ The Pookie chief minister. അതെ, പോക്കി തൂക്കിയിരിക്കുകയല്ലേ ഇപ്പൊ കേരളം. അതുപോലെ ഷിയാസ് ഉണ്ട്. യൂത്ത് കോൺഗ്രസിലേക്ക് എന്നെ ആദ്യം റെക്കമെൻഡ് ചെയ്യണത് ഷിയാസാണ്. പിന്നെ ഇപ്പോഴത്തെ MP ഹൈബീഡനുണ്ട്. പിന്നെ വേണുജിയുടെ വൈഫ്, വേണുജിയുടെ മോള് ലക്ഷ്മി. മേയർ ഓഫീസിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്? എന്ത് ചെയ്യണം, നെക്സ്റ്റ് മൂമെന്റ്, അതാണ്. വാട്ട് ഇസ് നെക്സ്റ്റ്? നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് ചെയ്താലും കതിരിന്മേൽ വളം വെച്ചിട്ട് കാര്യമില്ല. ശരിയല്ലേ മാം? ചെറുപ്പക്കാർക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്തിന് ചെയ്യണം. അത് മാത്രമല്ല, ഇന്ന് ജോലിക്ക് പോകുന്ന ഭർത്താവ് അരമണിക്കൂറോ 1 മണിക്കൂറോ ലേറ്റായാൽ വീട്ടിൽ കിടന്ന് ബഹളം വയ്ക്കുന്ന ഭാര്യമാരുള്ള കാലം. ഇനി ഭർത്താവ് ലേറ്റായാൽ ഭാര്യമാർ ലേറ്റായാൽ ഒരു സ്വസ്ഥതയും കൊടുക്കത്തില്ല. പല ഭർത്താക്കന്മാരും വീഡിയോ കോൾ ചെയ്ത് ഞാൻ ജോലിയിലാണെന്ന് ഉറപ്പിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് കഴിഞ്ഞ 15 വർഷമായിട്ട് മാമിനെ സഹിക്കുന്ന, ഇല്ലേ മാമിനോടൊപ്പം നിൽക്കുന്ന, ഇല്ലേ മാമിനെ ഒരു എന്താ പറയുക, മാമിനെ മേയറായിട്ട് മാത്രം കാണുന്ന, അല്ലേ നമ്മുടെ ജോയിച്ചൻ, മക്കള് അർച്ചന, അനുപമ, അമ്മ എൽസിയമ്മ, സുനിൽ സാറിന് എല്ലാം ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ട് ഇതേ കണക്കൊരു സഹോദരിയെ നാടിന് വിട്ടുകൊടുത്ത്. മാത്രമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, എനിക്ക് ഒന്നിനോടും പേടിയില്ല. അച്ഛനെൻ്റെ മനസ്സിൻ്റെ നൊമ്പരമാണെങ്കിൽ അമ്മ എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം പലപ്പോഴും പല കോൺട്രവേഴ്സി ഉണ്ടാകുമ്പോൾ മീഡിയയിലൊക്കെ ഒരുപാട് ട്രോളി ഒക്കെ വരുമ്പോൾ ഒക്കെ അമ്മ പറയും, എന്തിനാണ് ഇങ്ങനെയൊക്കെ, എന്ത് കിട്ടിയിട്ടാണ് എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ അമ്മ പറയും, ഒരാൾ വന്ന് വിളിച്ചിട്ടുണ്ട്, അവിടെ പുറത്ത് ആൾ വന്നിട്ടാ, പെട്ടെന്ന് ചെല്ലുമെന്ന് പറയും. അതാണ് എൻ്റെ അമ്മ. കാരണം എന്നെ മനസ്സുകൊണ്ട് ഏറ്റവും ഞാൻ സങ്കടപ്പെടുമ്പോൾ എന്നേക്കാൾ സങ്കടപ്പെടുകയും സന്തോഷിക്കുമ്പോൾ എന്നേക്കാൾ സന്തോഷിക്കുകയും ചെയ്യുന്നത് വേറെ ഒരാളിൽ എൻ്റെ എൽസമ്മയാണ്. അതെ അതെ, തീർച്ചയായും. ഇപ്പോൾ 48 വയസ്സ് കഴിഞ്ഞു. ആ 48 വയസ്സിലും ഞാനിപ്പോഴും ഒരു മോളാവുന്നത് എൻ്റെ അമ്മയുടെ അടുത്തും എൻ്റെ സഹോദരൻ്റെ അടുത്തും ആണ്. അമ്മയായിട്ട് ഞാനൊരിക്കലും എൻ്റെ മക്കളുടെ അടുത്ത് നിന്നിട്ടില്ല. കാരണം അമ്മയെക്കാളുപരി ഒരു സുഹൃത്തായിട്ടാണ് എൻ്റെ മക്കളുടെ അടുത്ത്, അർച്ചനയുടെ അനുപമയുടെ അടുത്ത് നിന്നിട്ടുള്ളത്. ഭാര്യയായിട്ട് കടമകൾ നിർവഹിക്കാൻ എനിക്ക് മുഴുവനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ ചിന്തിക്കുമ്പോൾ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നത് എൻ്റെ ജോയിച്ചനാണ്. അതാണ് എൻ്റെ വിജയം. പിന്നെ എൻ്റെ ഒപ്പം നിൽക്കുന്ന എന്നെ വിശ്വസിച്ച എന്നെ ജനങ്ങളും. 4 പ്രാവശ്യം മത്സരിക്കുമ്പോഴും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ജയിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഇതേവരെ മത്സരിച്ചപ്പോൾ ഓരോ പ്രാവശ്യവും ഭൂരിപക്ഷം കൂടിയിട്ടേ ഉള്ളൂ. അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷമൊക്കെ വന്നത്. അതൊക്കെ ഒരു വിശ്വാസമാണ്. ഒരുപക്ഷെ മോള് വിളിക്കുമ്പോൾ പോലും ഒരുപക്ഷെ ഫോൺ എടുക്കാൻ പോലും പറ്റാറില്ല. ആ സമയത്ത് മോൾക്കുണ്ടാവുന്ന ഒരു വിഷമമുണ്ട്. ചിലപ്പോൾ രാത്രി ഞാൻ തിരിച്ചു വിളിക്കുന്നത് ചിലപ്പോൾ രാത്രി 12 മണിക്കൊക്കെ ആയിരിക്കും. ചിലപ്പോൾ മോള് പുറത്താണ് പഠിക്കുന്നത്. അപ്പോൾ അവളെ വിളിക്കുന്നത് ചിലപ്പോൾ 12 മണിക്കൊക്കെ ആയിരിക്കും. അപ്പോഴും ഫോൺ എടുത്തിട്ട് അമ്മ ഇപ്പോഴാണോ ഫ്രീ ആയെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രീ ഉണ്ട്, ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു വിഷമം. അതൊക്കെയാണ് ഈ ജീവിതം. സത്യം പറഞ്ഞാൽ കൊച്ചി നിങ്ങളോടല്ല, നിങ്ങളെ കുടുംബത്തിനോടാണ് മിനിയമ്മ കടപ്പെട്ടിരിക്കുന്നത്. പിന്നെ എല്ലാവരും പറയാറുണ്ട്, എന്ത് കാര്യം എന്ത് പ്രശ്നം വന്നാലും ചിരിച്ചുകൊണ്ട് നേരിടുന്നൊരു ആറ്റിറ്റ്യൂഡാണ് എനിക്കെന്നുള്ളത്. ഈ ചിരി ഇതുപോലെ തന്നെ നിലനിർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. പലപ്പോഴും പല കോൺട്രവേഴ്സി ഉണ്ടായപ്പോഴേ എല്ലാവരും വിചാരിച്ചു പിറ്റേ നേരം വെളുക്കുമ്പോൾ മിനിമോൾ എന്നൊരു
സ്ഥാനത്ത് നിന്ന് ഞാൻ മാനസികമായിട്ട് തീർന്നെന്ന് വിചാരിക്കും. പക്ഷെ പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു ഊർജം എനിക്ക് കിട്ടാറുണ്ട്. അതാണ് എൻ്റെ ശക്തി. പിന്നെ എനിക്ക് ഒരു സജഷൻ ഉള്ളത്, ഇനി അങ്ങോട്ടുള്ള 5 കൊല്ലം അല്ലെങ്കിൽ 4 കൊല്ലം വോട്ടവറസ് നമ്മളുടെ കുട്ടികൾ 18+ കുട്ടികൾ ഇന്ന് കൊച്ചിയിൽ പലരും വഴിതെറ്റി പോവുകയാണ്. കാരണം അവരുടെ ലക്ഷ്യബോധത്തിന് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാനോ ചേർത്ത് പിടിക്കാനോ ആളില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അവസരങ്ങൾ ഒരുക്കിയാൽ കിടിലമായിട്ട് പെർഫോം ചെയ്യുന്ന തലമുറയാണ് ഇന്നത്തെ തലമുറ, നമ്മുടെ മക്കൾ ഉൾപ്പെടെ. അപ്പം മക്കളെ കഞ്ചാവിന് പിടിച്ചു, ഡ്രഗ്സിന് പിടിച്ചു, അവരെ ഇത് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ റീസൺ ഞാൻ പലപ്പോഴും പറയാണ്. കാരണം മാതാപിതാക്കൾ എന്തൊക്കെയോ സമ്പാദിക്കാൻ വേണ്ടി കിടന്ന് ഓടുകയാണ്. അപ്പം അവരുടെ മക്കളിലേക്ക് ശ്രദ്ധയുണ്ടോ? ഒന്ന്. ഇല്ലെങ്കിൽ ഇവരെയൊക്കെ സ്കൂളിൽ നിന്നും ഇവർക്ക് കമ്മ്യൂണിറ്റി സർവീസസ് ഡെവലപ്പ് ചെയ്തെടുത്താൽ, കാരണം ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഞാൻ നിരീക്ഷിച്ചുകൊണ്ട് ഞാൻ വേൾഡ് മൊത്തം കറങ്ങിയിട്ടുണ്ട് മാം. ഞാൻ മിക്ക രാജ്യങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം കുട്ടികളിൽ കലാപരമായും ഇല്ലെങ്കിൽ കായികപരമായും എല്ലാം ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഈ മേയർ എന്ന രീതിയിൽ ഒരു ജൂനിയർ മേയർ ഇല്ലെങ്കിൽ ഒരു ജൂനിയർ മേയർ ഡിവിഷൻ സെഷൻസ് എന്നൊക്കെ പറഞ്ഞ് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്ത് 18 വയസ്സുള്ള കുട്ടികളിലേക്ക് ഉത്തരവാദിത്വം കൊടുത്താൽ അവർക്ക് എപ്പോഴും ഒരു അറ്റൻഷൻ സീക്കറാണ്. ഞാനൊരു ചെറിയ തുടക്കം കുറിച്ചിട്ടുണ്ട്. അതായത് ഞാനൊരു കൊച്ചിയിൽ നമ്മൾ ഇപ്പോൾ ഒരു മേയർ എന്ന രീതിയിൽ എനിക്ക് പല രീതിയിലും പല ആൾക്കാരുടെ ഉപദേശങ്ങൾ വേണ്ടി വരും. ഇപ്പോൾ നമ്മളൊരു ഉപദേശക ഈ കൊച്ചിയെ മാറാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ചെറിയ ഒരു 10-12 പേരുടെ എമിനൻ്റ് ആയിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടം ഞങ്ങളുടെ ഒരു ഉപദേശക സമിതി എന്ന രീതിയിൽ ഞാൻ ഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഫോം ചെയ്തിട്ടുള്ളത് ജെൻസിയുടെ ഒരു കൂട്ടായ്മയാണ്. അത് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതിപ്പോൾ അതിൻ്റെ ഒരു ഏതൊക്കെ കാറ്റഗറി വേണം എന്നതിനെ കുറിച്ചുള്ളൊരു ആലോചനയിലാണ് ഞങ്ങളുള്ളത്. മാമിൻ്റെ അടുത്ത് എനിക്ക് സജഷൻസ്, ഞാൻ കുട്ടികളുമായിട്ട് കൂടുതൽ അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട് പറയുന്നതിൻ്റെ കാരണം കുട്ടികൾക്ക് എൻഗേജ് ചെയ്യുക, എൻ്റർടൈൻ ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക. ശ്രദ്ധിച്ച് കേട്ടോണം. കുട്ടികളെ എൻഗേജ് ചെയ്തില്ലെങ്കിൽ, ഇപ്പം കുട്ടികൾ തന്നെ കുട്ടിക്കാലത്ത് കുരുത്തക്കേട് കാണിക്കുന്നത് മാതാപിതാക്കളുടെ അറ്റൻഷൻ കിട്ടാനാണെന്നുള്ളതാണ് സൈക്കോളജിക്കൽ സ്റ്റഡി പറയുന്നത്. നമ്മളുടെ അറ്റൻഷൻ കിട്ടാതാകുമ്പോഴത്തേക്ക് അവർ അറ്റൻഷൻ കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും, ഉറക്കെ സംസാരിക്കാൻ തുടങ്ങും, ബഹളം വയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടി കൊച്ചിയിൽ കോർപ്പറേഷൻ്റെ പല ഓഡിറ്റോറിയംസ് ഉണ്ട്, സ്റ്റേഡിയംസ് ഉണ്ട്, പലതും ഉണ്ട്. ഇവരെ വെച്ച് ഡിവിഷനായിട്ട് തിരിച്ച് ഇവർക്ക് എൻഗേജ് ചെയ്ത് ഇപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകൾ കാണും കുട്ടികൾ. 18 വയസ്സും ഈ നമുക്ക് എപ്പോഴും ഉള്ളത് 15 വയസ്സും 21 വയസ്സിനും ഇടയിലുള്ള മാജിക്കാണ്. മാറ്റം വരാം. ഈ 15 വയസ്സിനും കുറച്ചുകൂടെ താഴോട്ട് പിടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 13 വയസ്സിനും ഒരു 18 വയസ്സും മാം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അവരിലെ കലാകാരന്മാർക്ക് മാസത്തിൽ ഷോക്കേസ് ചെയ്യാം. അന്ന് മാമിൻ്റെ പവർ ഉപയോഗിച്ച് VIPs ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വരണം. ഞാൻ മാമിനോട് ചോദിക്കുന്നത്, ഇന്ന് മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും എല്ലാം കാശുണ്ടാക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ സമയമായി എന്ന് മാം സംസാരിക്കണം. ജനങ്ങളിലേക്ക് കുറച്ചെങ്കിലും തിരിച്ചു കൊടുക്കണം. എങ്ങനെ തിരിച്ചു കൊടുക്കണം? അവർക്ക് ഈ പതിരിന്മേൽ വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് പ്രോഗ്രാംസ് നടത്തുമ്പോൾ ഇവിടുത്തെ മെഗാസ്റ്റാർ പ്രോഗ്രാം കാണാൻ വരുന്നു, കുട്ടികളുടെ എക്സൈറ്റ്മെൻറ്റ് എങ്ങനെ ആയിരിക്കും? ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ കാണാൻ വരുന്നു, അവർക്ക് വലിയ മുതൽ നഷ്ടമൊന്നുമില്ല. മാം അത് ഫെസിലിറ്റേറ്റ് ചെയ്യാണ്. ശരാശരി സാധാരണക്കാരായ മാം 1 മണിക്കൂർ നടന്ന് സ്കൂളിൽ പോയ സമയത്തുള്ള ജീവിതം നയിക്കുന്ന മനുഷ്യർ ഇന്നും കേരളത്തിലുണ്ട്. തീർച്ചയായും ആ കേരളത്തിലുള്ള ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളെയും ചേർത്ത് പിടിച്ച് ആ പ്രിൻസിപ്പിള് ആ ഫംഗ്ഷന് വരും. കാരണം അവൻ്റെ സ്കൂളിലെ ഏറ്റവും നല്ല കലാകാരനെയും ഏറ്റവും നല്ല കലാകാരിയെയും ഷോക്കേസ് ചെയ്യാൻ. നമുക്ക് രാജീവ് ഗാന്ധി പോലത്തെ ഇൻഡോർ സ്റ്റേഡിയമുണ്ട്, കല്ലൂർ പോലത്തെ സ്റ്റേഡിയമുണ്ട്. എത്രത്തോളം കുട്ടികളെ നിറയ്ക്കാൻ പറ്റുമെന്ന് നോക്കണം. മാം ഇന്ന് ആ കുട്ടികളെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്താൽ നാളെ വലിയൊരു രാഷ്ട്രീയ നേതാവിനെ ഉണ്ടാക്കണ്ട, അത് ഉണ്ടായിക്കോളും. അവൻ ഇറങ്ങുമ്പം അവന് മനസ്സിലാവും എവിടെ കുത്തണം എവിടെ കുത്തണ്ട. നമ്മൾ 4 ദിവസമോ 5 ദിവസമോ 10 ദിവസമോ ഉറക്കെ നിലവിളിച്ച് എനിക്ക് വോട്ട് വേണമെന്ന് നിലവിളിച്ചുകൊണ്ട് നടക്കുന്നതിലും ഭേദം നമ്മൾ രഹസ്യമായി സംസാരിക്കുന്നതല്ലേ. തീർച്ചയായും. കാരണം സ്നേഹം കൂടുന്നതനുസരിച്ച് ശബ്ദത്തിൻ്റെ വോളിയം കുറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ 13 വയസ്സ് തൊട്ട് 18 വയസ്സുള്ള എൻ്റെ ചെറിയ കൂട്ടുകാരെ മാം ചേർത്ത് പിടിക്കണം. അവർക്ക് വേണ്ടി ഡ്രംസിൻ്റെയും മ്യൂസിക് ഇൻസ്ട്രുമെൻസിൻ്റെയും പ്രോഗ്രാം ചെയ്യാം. ഇവരുടെ കയ്യിലെല്ലാം ഇതുണ്ട്. ഇല്ലാത്ത കുട്ടികൾ ചേർന്ന് വരും. വാ കൊണ്ട് മിമിക്രി കാണിച്ച് മിമിക്രി കൊണ്ടുള്ള ഗാനമേളകൾ നടത്തിയിരുന്ന കാലമുണ്ടായിരുന്നു. ഇന്ന്
എല്ലാവരും സോഷ്യൽ മീഡിയയിലും മൊബൈലിലും എൻഗേജ് ആയത് എന്തുകൊണ്ടാണ് മാം? അവർക്ക് ലോകത്തോട് പറയാനുണ്ട്, അവർക്ക് കാണിക്കാനുണ്ട്. കാണാൻ ആരും ഇല്ലെങ്കിൽ പോലും മീഡിയയിലിട്ട് വ്യൂസും കാത്തിരിക്കുന്ന ചെറുപ്പക്കാരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അവർക്ക് വേദി ഒരുക്കലാണ് നമ്മുടെ ഉത്തരവാദിത്വം. കറക്റ്റ്. മാമിനെ കൊണ്ടത് പറ്റും. കൊച്ചിയോട് എനിക്ക് മാമിനോട് ചേർന്ന് നിന്ന് മാമിൻ്റെ എന്ത് പ്രവർത്തിക്കും ഒരു സഹോദരൻ എന്ന രീതിയിൽ മാമിന് എൻ്റെ കോൺട്രിബ്യൂഷൻ ഫ്രീ ഓഫ് കോസ്റ്റിൽ താങ്ക് യു. ഒരു സാമൂഹിക സേവകൻ എന്ന രീതിയിൽ നമ്മളെ കൂടെ നമുക്ക് കളിനറി ഫെസ്റ്റിവൽ നടത്താം മാം. തീർച്ചയായും. ഞാൻ സുരേഷ് ഗോപി ചേട്ടന് മെസ്സേജ് അയച്ചു. സെയിം തിങ്. ഇന്ത്യയിൽ ഞാൻ ആനന്ദബോസിൻ്റെ അടുത്ത് സംസാരിച്ചു. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. യെസ് ഓർ നോ? യെസ്. 28 ടൈപ്പ് ഓഫ് കളിനറി ഉള്ള, 28 ടൈപ്പ് ഓഫ് കൾച്ചറൽ ടേസ്റ്റ് ഉള്ള വേറൊരു രാജ്യമില്ല മാഡം. തീർച്ചയായും. ഫുഡിൻ്റെ ഒരു ബഹളം. എന്നോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. നമുക്ക് തീർച്ചയായും ആ 28 സംസ്ഥാനങ്ങളിലെ ടേസ്റ്റ് കൊച്ചിയിൽ അറിയിക്കണം. വേണ്ടേ? തീർച്ചയായും. ഇന്ത്യയിൽ ആദ്യമായിട്ട് നടന്ന ഫുഡ് ടൂറിസത്തിൻ്റെ കിരീടം എൻ്റെ മേയറായിട്ടുള്ള മിനിയമ്മയുടെ തലയിൽ തന്നെ ഇരിക്കണം. തീർച്ചയായും നമുക്കത് ചെയ്യണം. അത് എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. അതിന് ഏതറ്റം വരെയും പോകാൻ ഷെഫ് അസോസിയേഷൻ മെമ്പറാണ് ഞാൻ സൗത്ത് ഇന്ത്യൻ ഷെഫ് അസോസിയേഷൻ മെമ്പറാണ്. ഇനി ഓൾ ഇന്ത്യ ഷെഫ് അസോസിയേഷനിലേക്ക് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. നമ്മളെ ഷെഫന്മാരെല്ലാം ഇതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യും. ഞാൻ നേരത്തെ മാമിൻ്റെ അടുത്ത് പറഞ്ഞ കണക്ക് മാം നല്ലൊരു ജീവിതം നയിച്ചപ്പോൾ മാമിൻ്റെ മോളെടുത്ത് ചെന്നിരുന്ന് നീ ഇങ്ങനെ പടിയടി എന്ന് പറയേണ്ടി വന്നിട്ടില്ല. ശരിയല്ലേ? തീർച്ചയായും. സോ നമുക്ക് നമ്മളെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം എന്താണ് വ്യത്യസ്തത എന്നല്ലേ. തീർച്ചയായും. മാമിനോടൊപ്പം ഈ ജേണിയിൽ ഞാനും ഉണ്ടാവും. മാമിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇങ്ങനെ ഒരു അവസരത്തിൽ ഇങ്ങനെ ഞാൻ അറിയാതെ എൻ്റെ ബാല്യകാലത്തിലേക്കും എൻ്റെ പൊളിറ്റിക്കൽ ലൈഫിലേക്കും മേയർ എന്ന രീതിയിലുള്ള ഉത്തരവാദിത്തത്തിലേക്ക് എന്നെ ഇപ്പോൾ ഒരു കൈപിടിച്ചൊരു യാത്രയായിരുന്നു. ആ യാത്രയിൽ ഒരുപാട് എനിക്കും അറിവുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ മിനിയമ്മയ്ക്ക് ഒരു പ്രൊഫസി പറഞ്ഞിട്ട് നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. അടുത്ത 4 കൊല്ലത്തിൽ മിനിയമ്മ ഒരു മിനിസ്റ്ററാവും. കാരണം ഈ ഉത്തരവാദിത്വം വീണ്ടും കൂടും ജീവിതത്തിൽ. വാക്കുകൾ നടക്കട്ടെ. ഇത് ഞാൻ ഈ പറയുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ്. ഇത് വരും. അന്നും തിരിഞ്ഞു നോക്കുമ്പോൾ ജനങ്ങളുടെ ഒരുപാട് പ്രതീക്ഷകളും ഹോപ്പും ഉണ്ടാവും. ജനങ്ങൾ എന്ന് പറയുമ്പം മിനിയമ്മ മനസ്സിലാക്കേണ്ടത് ഈ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ആൾക്കാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഞാൻ വളരെ ക്ലീനായിട്ട് പറയാം. എനിക്ക് 13 വയസ്സ് പ്രായപൂർത്തിയായി വരുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എന്നോടൊപ്പം ചിന്തിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. എൻ്റെ ആ 13 വയസ്സായ കുട്ടിപ്പട്ടാളങ്ങളെ വഴിതെറ്റി പോവാതിരിക്കാനുള്ള എല്ലാ സംവിധാനവും ഒരു പരിധി വരെ നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കണം. മിനിസ്റ്റർ ആയില്ലെങ്കിലും അല്ല ആവണം, ആയിരിക്കും. മനസ്സിന് തീരുമാനിച്ചൊരു കാര്യമുണ്ട്. കൊച്ചിയുടെ മേയർ എന്ന രീതിയിൽ നന്നായിട്ട് പെരുമാറാനും നന്നായിട്ട് പ്രവർത്തിക്കാനും കഴിയുന്ന പ്രാർത്ഥനയാണ് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ മനസ്സിൽ വരുന്നത്. അതേ പ്രാർത്ഥിക്കാറുള്ളൂ. അതിനുള്ള ഫലം ഉണ്ടാവട്ടെ. ഇപ്പോഴും കൊച്ചി വിട്ട് പോവാൻ മനസ്സില്ലാതെ കൊച്ചി തന്നെ മതിയെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ നിങ്ങളെല്ലാവരും കണ്ടോണം, നമ്മളെ കേരളത്തിന് ആവശ്യമുള്ളൊരു വ്യക്തിത്വമാണ്. വരുന്ന തലമുറകളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയ പുതിയ സംരംഭങ്ങളും പുതിയ പുതിയ എൻ്റർടൈൻമെൻറ്റും എൻഗേജ്മെൻറ്റും ഒക്കെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് മിനിയമ്മ ഫോർ കമ്മിങ് ടു ഷൈൻ വിത്ത് നളൻ. ഐ ഹോപ്പ് ദാറ്റ് യു ഹാവ് എൻജോയ്ഡ് ദ സെഷൻ. താങ്ക് യു സോ മച്ച്. റിയലി ഐ എൻജോയ്ഡ്. താങ്ക് യു. ബൈ. Cities are not built by buildings alone. They are shaped by the people who care for them. Today's conversation was not just about politics. It was about responsibility, pressure, sacrifice, and service. This is Shine with Nalin, and we will be back with more stories in our coming episodes. Stay connected. Bye-bye.